വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വളരെ സന്തോഷത്തോടുകൂടി വേദപഠനം ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചകളായി നമ്മുടെ സഭയുടെ വിശ്വാസത്തെയും അതുപോലെ തന്നെ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആരാധനാ ജീവിതത്തിലും സഭാ ജീവിതത്തിലും കൂടുതൽ അർത്ഥവത്തായി സംബന്ധിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമ്മെ സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഇവിടെ വന്ന് ക്ലാസ് എടുക്കുവാൻ തക്കതിമണ്ണം ദൈവം തമ്പുരാൻ ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസവീരനായിരുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ വന്ന് തിരുമേനിയുടെ വിശ്വാസം മാതൃകയാക്കി ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അവിടുത്തെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്കെല്ലാവർക്കും കർത്താവ് സംഗതിയാക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഒരു വിദ്യാർത്ഥിയെപ്പോലെ തന്നെ ആയിരിക്കുവാനും കർത്താവ് നമ്മെ സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം 1 മണിക്കൂർ ചെല്ലുവാനും സമയം അതിനുള്ളൊരു മനസ്സൊരുക്കമുണ്ടാകുവാൻ ദൈവം നമ്മെ സംഗതിയാക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ധൂപാർപ്പണത്തെക്കുറിച്ചും ധൂപകുറ്റിയെക്കുറിച്ചുമൊക്കെ അല്പമൊന്ന് പഠിക്കുവാൻ തക്കതിൽ ദൈവം തമ്പുരാൻ നമുക്കിടയാക്കി തീർത്തു. നമ്മുടെ പരിശുദ്ധ സഭയുടെ എല്ലാ വിശ്വാസങ്ങളും, പ്രത്യേകിച്ച് ആരാധനാക്രമങ്ങളും, ആരാധനയിലെ ഓരോ പാട്ടുകളും ഓരോ പ്രതിവാക്യങ്ങളും എല്ലാം തന്നെ വേദപുസ്തകത്തിൽ നിന്നുള്ളതാണെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പലപ്പോഴും നമുക്കൊരു സംശയമുണ്ട്. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനകൾ ആരോ പിതാക്കന്മാർ എഴുതി വെച്ചു, എല്ലാ ആഴ്ചകളിലും വന്ന് വിശ്വാസികളും അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവരുമൊക്കെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പുതുതായിട്ടൊന്നും തന്നെ അതിൽ കാണുന്നില്ല. അതുപോലെ തന്നെ വേദപുസ്തകവുമായിട്ട് വലിയ ബന്ധമൊന്നും ആരാധനയ്ക്കില്ല. കുറച്ച് പാട്ടുകൾ ഇങ്ങനെ പാടി തികച്ച് പോകുന്ന ഒരു രീതി. അതുകൊണ്ട് വേദപുസ്തകം കൂടുതൽ ഉപയോഗിക്കുന്ന സഭകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത സെക്ടേറിയൻ സഭകൾ പോലെയുള്ള സഭകളിൽ ധാരാളം വേദപുസ്തകം ആരാധനയിൽ ഉപയോഗിക്കുന്നു. വേദപുസ്തകവുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ആരാധനകളും കാര്യങ്ങളും എല്ലാം എന്ന് നമ്മളും അറിയാതെ പോലും മനസ്സിലാക്കി പോരുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും പഠിക്കുമ്പോഴാകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ധൂപാർപ്പണത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണല്ലോ ശരിക്കും മനസ്സിലായത്. ധൂപാർപ്പണം അല്ലെങ്കിൽ ധൂപകുറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അത് ശരിക്കും പഠിക്കുവാനായിട്ടിടയായി. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ആരാധനയും അതുപോലെ തന്നെ ദേവാലയവും അതിൻ്റെ ക്രമീകരണങ്ങളുമെല്ലാം നമ്മൾ സംശീകരിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ദേവാലയത്തിൻ്റെ മാതൃക പോലും യെരുശലേം ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് ഇത് ചാപ്പലാണെങ്കിൽ പോലും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിലില്ലാത്തത് ഒന്നും നമ്മുടെ ആരാധനാക്രമങ്ങളില്ല എന്ന് പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനയിൽ നമുക്ക് സന്തോഷിക്കുവാൻ വക നൽകുന്നുണ്ട്. സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം എന്ന് തന്നെയാണ് നമ്മളിതിനെ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പഠന വിഷയം നമുക്കൊക്കെ വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നായി ആകാം എന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആരാധനാക്രമങ്ങൾ നമുക്ക് 2 നമസ്കാരങ്ങളാണ് ഉള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ശ്ലീബ നമസ്കാരവും ഖ്യംത നമസ്കാരവും. അതിനുശേഷമാണ് വിശുദ്ധ കുർബാന. ഇതിൽ ഉള്ള പാട്ടുകളും വായനകളും വേദപുസ്തകവുമായിട്ടുള്ള ബന്ധം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആരാധനയും വേദപുസ്തകവും, അതാണ് നമ്മുടെ വിഷയം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ യാക്കോബ്, ബാലായി, അപ്രയും തുടങ്ങിയ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ നമ്മുടെ കുർബാനക്രമത്തിലുണ്ട്. അത് നമ്മൾ ചൊല്ലിപ്പോകുന്നു എന്നൊക്കെ ഒരു ആക്ഷേപമുണ്ടെങ്കിലും നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിലുള്ള 90%, 90-ൽ കൂടുതലും, 100% എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ 90% ഡയറക്റ്റായിട്ട് ബൈബിളിൽ നിന്നുള്ളത് മാത്രമേ ഉള്ളൂ.
നമ്മളത് മനസ്സിലാക്കണം. സഭ അതൊന്ന് പഠിപ്പിക്കണം. വിശ്വാസികളെല്ലാം സന്തോഷത്തോടെ അത് പഠിക്കണം. പഠിച്ചവർ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കണം. പഠിച്ചവരും അതുപോലെ തന്നെ അത് പറയുന്നവരും അർത്ഥം മനസ്സിലാക്കി ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ സ്വർഗത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. വേദപുസ്തകവുമായിട്ടുള്ള നമ്മുടെ ആരാധനയുടെ ബന്ധം വളരെ വലുതാണ്. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം ഞാൻ പറയുകയുണ്ടായി. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്നുകൂടി പുതുതായിട്ടുള്ളവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു, ആരാധനയിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധന മുഴുവനും പഴയ നിയമത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. പ്രത്യേകിച്ച് യെശയ്യാവ് കണ്ട ദർശനം എല്ലാവർക്കും അറിയാം. അത് 6-ാം അധ്യായം ഞാൻ കഴിഞ്ഞ ആഴ്ചയും അത് സൂചിപ്പിക്കുകയുണ്ടായി. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. കൂടുതൽ വിസ്തരിക്കുന്നില്ല. നമ്മുടെ ദേവാലയത്തിൻ്റെ മാതൃകയാണ് അവിടെ കാണിക്കുന്നത്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനമായി നമ്മൾ ത്രോണോസിനെ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചു എന്ന് കണ്ടപ്പോൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ്റെ വസ്ത്രം വളരെ വിസ്തൃതമാണ്, വളരെ വലുതാണ്. അതിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറയ്ക്കുവാൻ തക്കതിന് വിസ്തൃതമാണെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. സറാഫുകൾ അവന് ചുറ്റും നിൽക്കുന്നു എന്ന് കണ്ടു, യെശയ്യാവ് കണ്ടു. വിശുദ്ധ മദ്ബഹായും ശുശ്രൂഷകർ മാലാഖമാരുടെ വൃന്ദങ്ങളെ പോലെ തന്നെ ശുശ്രൂഷക വൃന്ദം അവിടെ നിൽക്കുമ്പോൾ അവർ മാലാഖമാർക്ക് സമമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവർ ഉച്ചത്തിൽ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. വംപതിശിൻ കോയിൽ ഒമറീൻ എന്ന് പട്ടക്കാരൻ പറയുമ്പോൾ തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ഊശാന എന്ന ഗാനം എന്ന പ്രാർത്ഥന ഉച്ചത്തിൽ അവർ ചൊല്ലുന്നു. അത് യെശയ്യാവ് കണ്ട ദർശനത്തിൽ കണ്ടതാണ്. യെശയ്യാവിൻ്റെ വേദപുസ്തകം അതുപോലെയാണ് നമ്മൾ എഴുതിയത്. ഇപ്പോഴും നമ്മളത് ചൊല്ലി. എപ്പോഴാണ് ചൊല്ലിയത്? കൗമാരുടെ ആരംഭത്തിൽ, തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും. അങ്ങനെ ചൊല്ലുമ്പോൾ ഉമ്മരപ്പൊടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്നും ആലയം പുക കൊണ്ട് നിറഞ്ഞെന്നും, അല്ലേ, പുക കൊണ്ട് നിറഞ്ഞെന്നും ധൂപക്കുറ്റിയുടെ ധൂപകലശത്തിൽ നിന്നും പുകയുയർന്നെന്നും അവർ ആർക്കുന്ന ശബ്ദം കൊണ്ട് ഉമ്മരപ്പൊടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്നും നമ്മൾ വായിക്കുകയാണ്. ഉച്ചത്തിലാണ് നമ്മുടെ ആരാധന, അല്ലേ. ഒരു കണക്കിന് നമ്മൾ ഇന്നത്തെ ആരാധന ഉച്ചത്തിൽ പോയിട്ട് 1-2 പേരുടെ സിംഗിൾ സോങ് ആയിട്ട് മാറുകയാണ്. കൈക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞാൽ മൈക്കുള്ളവൻ മാത്രം പാടുന്നു, ബാക്കിയുള്ളവരും ഉണ്ടാതിരിക്കുന്നു. അതെന്തോ ഒരു സൈക്കോളജിക്കലായിരിക്കാം. മൈക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മളൊന്ന് നമ്മുടെ ശുശ്രൂഷകരൊക്കെ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു ഗ്രിഗോറിയൻ ടി വിയിൽ ഇവിടെ വെച്ചൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അഖില മലങ്കര ശുശ്രൂഷ സംഘത്തിന് 1.5 മണിക്കൂറിൽ ഒരു ക്ലാസ് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ചർച്ച് മ്യൂസിക് ആൻഡ് സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ടൊരു ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും തിരിച്ച് പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ മൈക്ക് എടുത്ത് ഉച്ചത്തിൽ അവരങ്ങ് ചൊല്ലുകയാണ്. അത് കാരണം ഉച്ചത്തിൽ ഒരു ശബ്ദത്തിൻ്റെ ഒരു ലിമിറ്റുണ്ട്. അതിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് നിൽക്കുന്നവർക്ക് പാടാൻ കഴിയുകയില്ല. അതൊരു സൈക്കോളജിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പള്ളികളിലൊക്കെ ആളുകൾ മിണ്ടാതിരിക്കണമെന്ന് തോന്നി. പിന്നെ അതൊരു ശീലവുമായി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറിയിട്ട് ഉച്ചത്തിൽ ആരാധിക്കുന്ന പള്ളികൾ, ആരാധനകൾ നമുക്കുണ്ടാകണം. അതിന് പ്രത്യേക സന്തോഷം. അത് വെറുതെ നമ്മൾ നിന്ന് ആരാധന കണ്ടേച്ച് പോകുന്നതേ ഉള്ളൂ. കണ്ടേച്ച് പോകുന്നത് അതൊരു ആരാധനയാണോ എന്ന് സംശയം. നമ്മളതിന് ഭാഗവാക്കാകണം, അല്ലേ. കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ അതിൽ നമ്മൾ ഭാഗവാക്കാകണമെങ്കിൽ ആരാധനയിൽ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും യെശയ്യാവ് കണ്ട ദർശനത്തിലെ പള്ളിയിലെ ജനങ്ങൾ മുഴുവനും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരല്ല. അങ്ങനെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന പല പള്ളികളിലും ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. പേര് പ്രത്യേകിച്ച് പറയുന്നില്ലതേ ഉള്ളൂ. അപ്പോൾ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആ സമയത്ത് ഈ ദർശനം കണ്ട യെശയ്യാവ് ഇവിടെ നിൽക്കുകയാണ്. പ്രാകാരത്തിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ അവിടുത്തെ പ്രകാശവും പുരോഹിതനെയും ജ്വലിക്കുന്ന പ്രകാശത്തെയും ദിവ്യ തേജസ്സിനെയും കണ്ടപ്പോഴത്തേക്ക് യെശയ്യാവിൻ്റെ മഞ്ഞെളുപ്പിന് യെശയ്യാവിന് മനസ്സിലായി. പാപിയാണെന്ന് മനസ്സിലാകുന്നു, അനുതാപം ഉണ്ടാകുന്നു, ഒരു സത്യകുംഭസാരം നടത്തുന്നു, അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് അവിടെ യെശയ്യാവിൻ്റെ 6-ാം അധ്യായത്തിൽ.
അങ്ങനെ ഒരു കുമ്പസാരം നടത്തുന്നു. കുമ്പസാരം നടത്തിയപ്പോൾ സറാഫുകളിൽ ഒരാൾ ഈ ത്രോണോസിൽ നിന്നൊരു തീക്കട്ട കുടിലെടുത്തുകൊണ്ട് വന്ന് യെശയ്യാവിൻ്റെ നാവിൽ തൊടുവിച്ചു. അതിനെ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവം എന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? തീക്കട്ട എന്നാണല്ലോ ഇവിടെ പുരോഹിതൻ പറയുന്നത്. ആ തീക്കട്ട നമുക്ക് യെശയ്യാവിൻ്റെ നാവിൽ തൊടുവിച്ചപ്പോൾ യെശയ്യാവിൻ്റെ പാപം മാറി, അവന് ശക്തനായി, അവനെ അയക്കും, ദൈവം തമ്പുരാൻ അവനെ വേലയ്ക്ക് അയക്കുന്നു. അങ്ങനെ യെശയ്യാവ് വലിയ മഹത്വമുള്ളവനായി നമ്മൾ ഇന്നും എല്ലാ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടും യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുന്നു. അതുകൊണ്ടാണ് വായിക്കുന്നത്, അതുകൊണ്ടുകൂടിയാണ്. അങ്ങനെ മഹത്വമുള്ളവനായ യെശയ്യാവ് ശക്തിമാനായിട്ട് തൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി വിജയിക്കുകയാണ്. അതാണ് യെശയ്യാവിൻ്റെ ദർശനം നമ്മൾക്ക് 6-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കി തന്നത്. ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ, ഈ തീക്കട്ട നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കാണുന്നതാണ്. ദാമോ ദോസേനോ എന്ന് പുരോഹിതൻ ഒരു ചുവന്ന സ്പോഞ്ച് പോലെ ഒരു സാധനം ഒരു സ്പൂണോട് ചേർത്ത് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത്. അത് കാണിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്നത് യെശയ്യാവ് കണ്ടത് നമ്മളെ കാണിക്കുകയാണ്. അതെല്ലാ കുർബാനയിലും ഇങ്ങനെ കാണിക്കും. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്ലീഹന്മാരെ താൻ ഫലമേൽപ്പിച്ചു ദാമോ ദോസൻ. അപ്പോൾ അത് കാണിക്കുന്നത് യെശയ്യാവ് കണ്ട തീക്കട്ടയാണ്. ചുവന്ന കളറിലുള്ള തീക്കട്ട ഇങ്ങനെ കാണിക്കുകയാണ്. കൊടിലിന് പകരം സ്പൂൺ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ബേസിക്കായിട്ട് പഴയ നിയമത്തിലെ നമുക്കൊരു വളരെ മനോഹരമായ ഒരു വിവരണം യെശയ്യാവ് നമുക്ക് തന്നത്. നമ്മുടെ വിഷയം അതിനേക്കാൾക്ക് മുന്നിലാണ്. വേറൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരാധനയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തകളെല്ലാം തന്നെ ആരാധനയിൽ, പ്രത്യേകിച്ച് ശ്ലീവാ നമസ്കാരവും കെംദാ നമസ്കാരവും അത് പിതാക്കന്മാർ എഴുതിയത് വേദപുസ്തക അടിസ്ഥാനത്തിലാണോ, ആണെങ്കിൽ എത്ര വേദഭാഗം എന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സമയം എനിക്ക് തോന്നുന്നു മുഴുവൻ ചിന്തിക്കുവാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമസ്കാരം മുതൽ ഒരു വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലിയൻ വരെ നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ വരെ പാനപ്പത്തുണ്ട്. ചുരുക്കത്തിൽ മൊത്തത്തിലൊന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. വിശുദ്ധ കുർബാനയുടെ നമസ്കാരവും എല്ലാം തന്നെ എവിടെ നിന്ന് എടുത്തതാണ്? വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നുമില്ല. പാരമ്പര്യ സഭ എന്നാണ് നമ്മളെപ്പറ്റി പറയുന്നതെങ്കിലും അത് ശരിയാണ്. പക്ഷേ വേദപുസ്തക അധിഷ്ഠിതമായ ആരാധനയും വിശ്വാസവും മാത്രമേ നമുക്കുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. ഒന്ന് എഴുതുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് എഴുതാനായി എഴുതിയെങ്കിലേ ഓർക്കത്തുള്ളൂ. നമ്മളൊക്കെ ഒരുപാട് ക്ലാസ്സുകളും പ്രസംഗവും ഒക്കെ കേട്ടിട്ടുള്ളവർ അതൊക്കെ മറന്നു പോയിട്ടുമുണ്ട് ചിലതൊക്കെ. അതുകൊണ്ട് എഴുതിയെടുത്തെങ്കിൽ വാക്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് എഴുതാനായിട്ടുള്ളത് ഏവൻഗേലിയൻ വരെ, വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലിയൻ വരെ എഴുതുന്നവരിങ്ങനെ എഴുതുക. സന്ധ്യ മുതൽ ഏവൻഗേലിയൻ വരെ അങ്ങനെ എഴുതിയാൽ മതി. സന്ധ്യാപ്രാർത്ഥന മുതൽ ഒരു വിശുദ്ധ കുർബാന പൂർത്തിയാകുന്നത് സന്ധ്യ മുതലാണ്. സന്ധ്യ മുതൽ ഏവൻഗേലിയൻ വരെ വരുമ്പോൾ നമുക്ക് ഉള്ളത് കെംദാ നമസ്കാരത്തിൽ 64 വേദഭാഗം. കെംദാ നമസ്കാരമാണ് നമസ്കരിക്കുന്നതെങ്കിൽ 64 വേദഭാഗം വായിച്ചിട്ടാണ് കുർബാന അവിടെ ഏവൻഗേലിയൻ വരെ വരുന്നത്. കേട്ടാൽ നമുക്കൊരു അത്ഭുതം തോന്നാം. 64 വേദഭാഗം വായിക്കുന്ന സഭയോ കെംദാ നമസ്കാരം നടത്തുമ്പോൾ 64 വേദഭാഗം, അതിൽ നിങ്ങൾ ഒന്നുകൂടെ എഴുതുക. 32 + 32 32 അധികം 32 വേദഭാഗം ഡയറക്റ്റ് ഈ ബൈബിളിൽ നിന്നും, ഡയറക്റ്റ്ലി ഫ്രം ദി ബൈബിൾ. ആൻഡ് 32 ഡയറക്റ്റ്ലി ഫ്രം ദി ഹോളി ഈ നമസ്കാരം. ഇൻഡയറക്റ്റ്ലി, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ രീതിയിൽ. ഗാനം എഴുതുമ്പോൾ ഗാനങ്ങൾ നമുക്ക് എഴുതുമ്പോൾ അറിയാം ഇതുപോലെ എഴുതാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സ്വല്പം ഒന്ന് ചേഞ്ച് ചെയ്ത്, പക്ഷേ ആശയം അത് തന്നെ. അപ്പോൾ 32 വേദഭാഗം ഡയറക്റ്റായിട്ട് ബൈബിളിൽ നിന്ന് വായിക്കുന്നു. 32 വേദഭാഗം ഗാനങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നു, പാടുന്നു. 64 വേദഭാഗം വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലിയൻ വരെ. ഇടയ്ക്ക് ഞാനൊന്ന് ഓർപ്പിക്കുകയുണ്ടായി, സന്ധ്യാ നമസ്കാരം മുതൽ നമ്മുടെ വിശുദ്ധ കുർബാന പൂർത്തിയാകുമ്പോൾ, കുർബാന നടത്തുമ്പോൾ, കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഒരു വിശ്വാസി നിശ്ചയമായിട്ടും സംബന്ധിക്കേണ്ടുന്ന യാമപ്രാർത്ഥനകളാണ് സന്ധ്യ മുതൽ. എല്ലാവർക്കും യാമപ്രാർത്ഥന 7 ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ യാമപ്രാർത്ഥന സന്ധ്യ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ കലണ്ടർ അങ്ങനെയാണ് തുടങ്ങുന്നത്. നിങ്ങൾ കുർബാനക്രമം എടുത്ത് നോക്കിയാൽ അറിയാം. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ നമസ്കരിക്കുന്ന ഏത് നമസ്കാരമാണ്?
ശനിയാഴ്ചത്തെ അല്ല, ഞായറാഴ്ച നമസ്കാരം. ഞായറാഴ്ച വൈകിട്ടല്ലത്, സന്ധ്യയ്ക്ക് ആരംഭിക്കും. നമ്മുടെ സഭാ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആരാധന കലണ്ടറിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഞായറാഴ്ച സന്ധ്യ നമസ്കാരം, പിന്നെ സൂത്താറ, പിന്നെ പാതിരാത്രി, രാത്രി പ്രാർത്ഥന, പ്രഭാതം പറഞ്ഞ് 3-ാം മണി, 6-ാം മണി. ഇത്രയും നമസ്കാരം തികച്ചവർക്ക് മാത്രമേ കുർബാനയിൽ സംബന്ധിക്കാൻ യഥാർത്ഥത്തിൽ അവകാശമുള്ളൂ. സ്വയപരിശോധന നടത്തിയാൽ നമുക്ക് ചിലപ്പോൾ വിഷമം വരും അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ നമസ്കാരത്തിൽ മിക്കവാറും ഇല്ലേ, സേലുൽ ബുസ്ലൂമ സമയത്തും ചില അച്ഛന്മാരൊക്കെ പഴയ കാലത്ത് പറയുമ്പോൾ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് സന്ധ്യ നമസ്കാരത്തിൽ നമ്മൾ സംബന്ധിക്കണം. സൂത്താറ സമയം അറിയാമല്ലോ, സന്ധ്യ എല്ലാത്തിൻ്റെ 6 മണി സാധാരണ വെച്ചിരിക്കുന്നതാണ്. 6 PM, 9 PM. രാത്രി പ്രാർത്ഥനയുടെ സമയം ഇച്ചിരി കട്ടിയാണ്. 12 AM, രാത്രി 12 മണിക്കാണ്, പാതിരാത്രിയുടെയാണ്. പഴയ കാലത്ത് മയ്യലിൻ്റെ എന്ന് പറയുമായിരുന്നു അല്ലേ? മയ്യലിൻ്റെ പ്രഭാതത്തിനോട് ശക്തി പറയാം. അപ്പോൾ പിന്നെ പോട്ട് പാതിരാത്രി, പ്രഭാതം 6 മണി, 6 AM, 7:30, 7:30 നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിൽ എഴുതിയിട്ടുണ്ടത്. അതിനെയാണ് 3-ാം മണി എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ സമയം നമ്മൾ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ 7:30 എന്നാണ് പറയുന്നത്. ഉച്ച നമസ്കാരം 12 മണി, 12 PM. പിന്നെ 9-ാം മണി എപ്പോഴായിരിക്കും? 3 മണി. അതിന് 22 ഒക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ യാമപ്രാർത്ഥനയുടെ സമയമുണ്ട്. പോകട്ടെ, ഒരു കുർബാനയിൽ സംബന്ധിക്കുന്ന ആൾ ഇത്രയും യാമപ്രാർത്ഥന സംബന്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് മദ്ബഹായിൽ തന്ന ശുശ്രൂഷകരെ ഇപ്പോൾ വളരെ നിർബന്ധമായിട്ടത് പറഞ്ഞ് അത് ശീലിപ്പിക്കുന്നുമുണ്ട്. മിക്കവാറും പള്ളികളിലൊക്കെ ഇപ്പോൾ രാത്രി പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതൊരു സന്തോഷമാണ്. അതിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് പള്ളികൾക്കുണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ഈ സന്ധ്യ മുതലുള്ള അതാണ് ഞാൻ പറഞ്ഞത്, സന്ധ്യ മുതൽ ഏവൻഗേലിയൻ വരെ. അപ്പോൾ അങ്ങനെ കെംദായിൽ 64 ആണ് നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത സ്ലീബ, നിങ്ങളൊന്ന് ആമുഖമായിട്ട് എഴുതുന്നു. സ്ലീബ പ്രാർത്ഥന. സ്ലീബ നമസ്കാരത്തിൽ ടോട്ടൽ 75 ഇച്ചിരി കൂടുതലുണ്ട്, സ്വല്പം കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ ഞാൻ തിരിച്ചെഴുതുമ്പോൾ ഡയറക്റ്റ്ലി ഫ്രം ബൈബിളിൽ നിന്ന് ഡയറക്റ്റ് 21, പാട്ടിൽ നിന്നും 54, 54, പാട്ടിൽ നിന്നും 54, അതായത് ഗാനങ്ങളിൽ നിന്നും. ഈ ഗാനങ്ങളിൽ നിന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചേ ഉള്ളൂ, 1-2 വാക്യമൊക്കെ കാണത്തുള്ളൂ. പക്ഷേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളെടുത്ത് ഗാനരൂപത്തിൽ ആക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ഇത്രയും ഓർത്തിരിക്കുക, എഴുതിയെന്ന് വിചാരിക്കുന്ന എല്ലാവരും. പിന്നെ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഒരു രീതി തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറയും, നമ്മളിങ്ങനെ ചുമ്മാ പാടി അങ്ങ് പോകുന്നു. ഒരു പാട്ട് പാടി ഒരു ദിവസം വായിക്കല്ലോ, അങ്ങനെ അങ്ങ് പോകുന്നില്ലയോ നല്ലത്. പക്ഷെ നമ്മുടെ എല്ലാ ആരാധനയും ശ്രദ്ധിക്കുക, ഒരു പാട്ട് പാടും, പിന്നെ ദിവസം വായിക്കും. നമുക്കതൊരു മനസ്സിലാക്കുന്നില്ല, നമ്മളങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. പൊതുവേ അത് നമുക്ക് അത്ര പിടികിട്ടുന്നില്ല. കെംദാ നമസ്കാരം ശ്രദ്ധിച്ചാൽ അറിയാം, കുർബാനക്രമം എടുത്താൽ അറിയാം. ഒരു പാട്ട് പാടിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? ഒരു വേദഭാഗമായി. അതിനുശേഷം ഒരു പാട്ട് പാടും. അതുകൊണ്ട് ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വേദപുസ്തകം ഉപയോഗിക്കുന്ന സഭ, ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ചോദിച്ചപ്പോഴൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ എഴുന്നേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വേദപുസ്തകം ഉപയോഗിക്കാൻ ബന്ധുക്കോസായിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ. ബന്ധുക്കോസ് സഭയിൽ ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഈ ആരാധനകളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി എല്ലാ സഭയിലും വിടും. കമ്പാരിസൺ ബിറ്റ്വീൻ നമ്മുടെ ആരാധനയും അവരുടെ ആരാധനയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞാനൊരു ബന്ധുക്കോസിൻ്റെ ആരാധനയെ സംബന്ധിച്ചിട്ടുണ്ട്. ദി ബന്ധുക്കോസ് എന്ന് പറയുന്ന ആരാധന. അവിടെ പരമാവധി 10 വേദഭാഗങ്ങൾ വായിച്ചു. പരമാവധി 10 വേദഭാഗത്തിൽ താഴെ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് സമയമായി കഴിഞ്ഞു. ഇത്രയും 75 എവിടെ കിടക്കുന്നു, 64 ഒക്കെ എവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞത് അത്രമാത്രം വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു വേദഭാഗം, അങ്ങനെയാണ് നമ്മളുടെ വേദഭാഗങ്ങളൊക്കെയും പോകുന്നത്. ഇനിയും എഴുതുവാൻ വേണ്ടി ഒരു ക്ലാസ് കൂടി ആകുന്നുവല്ലോ, അതുകൊണ്ട് എഴുതുവാൻ ആഗ്രഹമുള്ള എല്ലാവരും പേനയൊക്കെ ഉണ്ടെങ്കിൽ എഴുതണം. ക്ലാസ്സിന് വരുമ്പോൾ പേനയും പേപ്പർ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഓർമ്മ വരികയുള്ളൂ. ഒന്ന്, എഴുതുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സ്ലീബ പ്രാർത്ഥനയിലെ ഡയറക്റ്റ്ലി ഫ്രം, അതായത് വേദപുസ്തകത്തിൽ നേരിട്ട് വായിക്കുന്ന വേദഭാഗങ്ങൾ ഒന്ന് എഴുതുക.
പെട്ടെന്ന് എഴുതി അങ്ങ് പോകണം. ഞാൻ അധ്യായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതിനുള്ള സമയമേ നമുക്കുള്ളൂ. ഏത് നമസ്കാരം നടത്തിയാലും നമ്മൾ ആദ്യം വായിക്കുന്നത് അനുതാപത്തിൻ്റെ മസമൂറ ഏതായിരിക്കും? 51. അതുകൊണ്ട് എഴുതിക്കൂ, 51-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങളാണ് മസമൂറകളായിട്ട് നമ്മൾ വായിക്കാറുള്ളത്. 51. അടുത്തത് സങ്കീർത്തനം കോമായിട്ടിട്ട് 140. 140 സങ്കീർത്തനമാണെന്ന് വിചാരിച്ചോണം. 140. 141 സങ്കീർത്തനം, 118, 116. ഇത് സന്ധ്യാപ്രാർത്ഥനയിലുള്ള പ്രാർത്ഥനയാണ്. ഇത്രയും സങ്കീർത്തനങ്ങൾ നമ്മൾ കർത്താവെ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ എന്ന് ചൊല്ലിയിട്ട് അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക. 51, 140, 141, 118, 116. അടുത്തിനി എഴുതേണ്ടത് സൂക്കാറായിട്ടുള്ളത് 91, 121 എഴുതിയല്ലോ. അടുത്തത് രാത്രിയിലേക്ക് വരികയാണ്. 134, 134, 119 എഴുതിക്കുക. അതിൻ്റെ കുറച്ച് വാക്യങ്ങളെ ഉള്ളൂ. നിൻ്റെ വചനത്തിൻ്റെ കാലുകൾക്ക് വിളക്കിന് ഒരു വിളക്കെന്ന് പറഞ്ഞാൽ 119, 117 തുടർച്ചയായിട്ട് എഴുതിക്കും. 117, 133 ഏതായിരിക്കും? ഇതാ സഹോദരന്മാർ, അതവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതാ സഹോദരന്മാർ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. എവിടെ പ്രാർത്ഥിക്കുന്നത്? എവിടെ ചൊല്ലുന്നതാണ്? നമസ്കാരത്തിൽ കേട്ടിട്ടുണ്ടോ? നമ്മൾ രാത്രി നമസ്കാരത്തിൽ കിടന്ന് ഉറങ്ങി പോകുന്നതുകൊണ്ടാണ്. രാത്രി നമസ്കാരത്തിൽ കുർബാനക്രമത്തിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന 133-ാം സങ്കീർത്തനം, 148, 149, 150 സ്തുതിയുടെ സങ്കീർത്തനം. നിസ്തുതിയും ഹാലേലുയായി കർത്താവെ ഞാൻ നിർത്തരുത്. ഓർത്തഡോക്സുകാർക്ക് സ്തുതി ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ 150-ാം സങ്കീർത്തനം മൊത്തം സ്തുതിപ്പിൻ ഇല്ലേ? അറിയാവുന്ന 150 മൊത്തം 150-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചിരിക്കും. 150, 63, 113, 113. ഇനിയും ശ്രദ്ധിച്ച്, ഇപ്പം ഇത്രയും എഴുതിയുള്ളൂ. ഈ സങ്കീർത്തനങ്ങൾ തന്നെ സങ്കീർത്തനങ്ങൾ തന്നെ പിന്നെയും ചൊല്ലുന്നുണ്ട്. അതോടെ ചേർത്താണ് ഞാൻ മുമ്പേ ശ്രീബ നമസ്കാരത്തിൽ 21 പറഞ്ഞത്. 51-ാം സങ്കീർത്തനം സന്ധ്യ നമസ്കാരത്തിലും ചൊല്ലും, പിന്നെ പ്രഭാതത്തിൽ പിന്നെയും ചൊല്ലും, അല്ലേ? പിന്നെയും ചൊല്ലും. അതുകൂടാതെ പുരോഹിതൻ മദ്ബഹായിൽ തുയോബോയ്ക്ക് കയറുമ്പോൾ പിന്നെയും ചൊല്ലും. പിന്നെ അത് കേൾക്കുന്നില്ല ആരും. അപ്പോൾ അത് കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുമില്ല. അപ്പോൾ ഈ പറഞ്ഞ സങ്കീർത്തനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന സങ്കീർത്തനം നമുക്ക് എഴുതുന്ന നമ്പറിൽ കൂട്ടുന്നതിന് കുഴപ്പമില്ല. കാരണം വേറെ നമസ്കാരത്തിലാണ്. അർത്ഥവത്തായ സങ്കീർത്തനം പിന്നെയും നമ്മൾ അനുതാപത്തിൻ്റെ മസമൂറകളായിട്ടും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് കൂടാതെ യാമപ്രാർത്ഥനകൾക്ക് വേറെ ഉണ്ട്, അത് ഞാൻ കൂട്ടിയിട്ടില്ല. വേറെ നമ്മുടെ കാനോൻ നമസ്കാരത്തിൽ വേറെ മസമൂറയൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കൂട്ടുന്നില്ല. പോകട്ടെ. അപ്പം അങ്ങനെ ശ്ലീബ നമസ്കാരത്തിൽ ഡയറക്റ്റ്ലി ഫ്രം ഈ വേദപുസ്തകത്തിൽ നേരിട്ട് വായിക്കുന്ന വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. ഈ വേദഭാഗങ്ങൾ മുഴുവനും വേദപുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ട് വെച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ്. അത് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതായത് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മുഴുവനും ഊറ്റിയെടുത്തിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. ഒരു വേദഭാഗം എഴുതണമെങ്കിൽ സങ്കീർത്തനം എഴുതിയ കൂട്ടത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ മറിയാം പറഞ്ഞെന്തെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ കൊടുക്കും. ശ്ലീബ നമസ്കാരത്തിൽ എവിടെയാണ് വായിക്കുന്നത്? രാത്രി പ്രാർത്ഥനയിലുണ്ട്, നമ്മൾ എന്തായാലുണ്ട്, അല്ല രാത്രി പ്രാർത്ഥന ഇത് വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത്രയും വേദഭാഗങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് വായിച്ചിട്ടാണ് കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസികളെല്ലാം ഒരു കാര്യം ചെയ്യണം. എല്ലാ നമസ്കാരത്തിലും പങ്കുകൊള്ളുന്നത് പൂർണ്ണമായും പങ്കുകൊള്ളുക, അതിരാവിലെ തന്നെ പങ്കുകൊള്ളുക. കുറച്ച് ഭാഗത്ത് പോയി സംബന്ധിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല, വേദഭാഗമില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം. അതുകൊണ്ട് ഇത്രയും വേദഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സഭ. അതിനുശേഷം ഇനി ഡയറക്റ്റായിട്ട് ഖെംദ നമസ്കാരത്തിൽ ഖെംദ എഴുതിയിട്ട് ഡയറക്റ്റായിട്ട് ബൈബിളിൽ നിന്ന് വായിക്കുന്ന വേദഭാഗം ഒത്തിരിയുണ്ട്. ധാരാളം വേദഭാഗങ്ങൾ ഖെംദ നമസ്കാരത്തിൽ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുതുക. ഖെംദ എഴുതിയിട്ട് ഡയറക്റ്റായിട്ടുള്ളത്
ഇത് നിങ്ങൾ എഴുതിയാൽ പോരാ, വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യണം, ഒത്തു നോക്കണം, വീട്ടിലുള്ള എല്ലാവരെയും പഠിപ്പിക്കണം. ഞാനൊരു സൺഡേ സ്കൂളിലൊരു ക്ലാസ്സിൽ അധ്യാപക കോൺഫറൻസിൽ എടുത്തപ്പോൾ ആ സൺഡേ സ്കൂൾ ക്ലാസ് ഞാൻ പലയിടത്തും പോയപ്പോൾ ആ സൺഡേ സ്കൂളുകളിലൊക്കെ അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ആരാധനയിൽ ഇഷ്ടം പോലെ വേദഭാഗമുണ്ടെന്നൊരു പറയുകയുണ്ടായി. പോകട്ടെ, കെന്താ നമസ്കാരം. കെന്താ നമസ്കാരത്തിൽ ഡയറക്റ്റായിട്ടുള്ളത് സങ്കീർത്തനങ്ങൾ എഴുതിക്കൂ. സങ്കീർത്തനങ്ങൾ 51 മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. 140, 141, 118 എഴുതുന്നുണ്ടല്ലോ, 718, 116, 91, 121 സന്ധ്യാനമസ്കാരത്തിലുള്ളതാണ്. അടുത്തത് 134, 119, 119 ഫുള്ളില്ല, പാട്ടായിട്ടുള്ളൂ. 119, 117, 133, 148, 149, 150. അടുത്തത് 63, 51 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ എഴുതിയതാ. പ്രഭാവസ്കാരത്തിൽ പിന്നെ 51 ഉണ്ട്, നമ്മൾ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. 63, 19 സങ്കീർത്തനം എന്താണ്? ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം. ആ 19, 113, 148, പിന്നെ അതിൻ്റെ റെപ്പറ്റീഷനാണ് വരുന്നത്. പിന്നെ അതിൻ്റെ റെപ്പറ്റീഷൻ പിന്നെയും അത് തന്നെ വരികയാണ്. അതുകൊണ്ട് അത്ര എഴുതിയാൽ മതി. ഈ കറക്റ്റായിട്ടും ഇത്രയും ബൈബിൾ ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഇനി കുറച്ച് അല്ലാത്ത വേദഭാഗങ്ങളുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 42, യെശയ്യാവ്. അതുകൂടാതെ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ യെശയ്യാവിൻ്റെ പുസ്തകം 45 ഉണ്ട്, 45 ഉണ്ട് അതിനകത്ത്. ഇത്രയും ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൽ നിന്നും ഡയറക്റ്റായിട്ട് വായിക്കുന്ന വേദഭാഗങ്ങളാണ് കെംദായിൽ നിന്നും അതുപോലെ തന്നെ സ്ലീബ നമസ്കാരത്തിൽ നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കിയത്. വായിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. വിശുദ്ധ കുർബാനക്രമത്തിലെ വേർഷൻ ശ്രദ്ധിക്കുക, സ്വല്പം വ്യത്യാസമുണ്ട്. ഒരു ചെറിയ നല്ല ഭാഷയിലാണ്, ഇച്ചിരി മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. മാത്രം അത്രയേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസമുള്ളത്. അങ്ങനെ അതിമനോഹരമായിട്ടാണ് വിശുദ്ധ കുർബാനക്രമത്തിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുർബാനക്രമത്തിലെ പാട്ടുകളിലേക്ക് കടക്കുകയാണ്. അതാണല്ലോ നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാകാത്തത്. നമ്മൾ വിചാരിച്ചത്, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഈ കുർബാനക്രമത്തിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന, പക്ഷേ അല്ല, എത്രയോ അർത്ഥവത്തായ പാട്ടുകളാണ്. പക്ഷേ നമ്മൾ ശരിക്കും മുമ്പേ പറഞ്ഞതുപോലെ ഉച്ചത്തിൽ പാടി അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കി പോയിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ ആശിച്ച് പോകുകയാണ്. കെംദ പ്രഭാതത്തിലേക്കൊന്ന് വരികയാണ്. നമുക്ക് ഒത്തിരി സന്തോഷമുള്ള, ഒത്തിരി മനോഹരമായ പാട്ടുകളാണ് കെംദ നമസ്കാരത്തിലുള്ളത്. നമ്മൾ എഴുതുന്നവർ ഒന്ന് അതിൻ്റെ പാട്ടെല്ലാവർക്കും മിക്കവാറും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാട്ടിൻ്റെ ആദ്യത്തെ ഒരു വാക്ക് എഴുതിയാൽ മതിയല്ലോ. എഴുതുമ്പോൾ അറിയാം പാട്ടിൻ്റെതാണെന്നറിയാം. എല്ലാ സ്റ്റാൻസയും വേദപുസ്തകത്തിലല്ല, അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ളത് മൊത്തം ഞാനിന്ന് പറയാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് ചുരുക്കത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരാധന വേദപുസ്തക അധിഷ്ഠിതമാണെന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ പാടുമ്പോൾ നിങ്ങളോട് ചേർന്ന് പാടിയാൽ നല്ലതായിരിക്കും. ഒന്നാമത്തെ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മഹിമയോടൊക്കെ ബറീന്നു പുറപ്പെട്ടി സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭേദാ യേശു സ്തുത്യനഹോ. ഇത് ഒരു വേദഭാഗമാണ്. വേദഭാഗം ചോദിക്കുന്നില്ല, ഞാനങ്ങ് പറയുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എഴുതണം. മഹിമയോടക്കബർ എഴുതിയിട്ട് കുത്തിട്ടിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 10 മുതൽ അങ്ങോട്ടുണ്ട്, 20 മുതലാണ് പ്രധാനമായിട്ടുള്ള. അതിൻ്റെ ചുരുക്കമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് പൗലോസ് ശ്ലീഹ അവിടെ ഇത് വിവരിച്ചിട്ടുണ്ട്. അതാണ് അവിടെ നമുക്ക് പാട്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്.
അത് ഇനി പാടി കേൾക്കുമ്പോൾ ഇത് കൊരിന്ത്യർക്കെഴുതിയ ലേഖനമാണ് നമ്മളവിടെ വായിക്കുന്നത് എന്ന് കൂടി പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അവിടെ നമ്മളിപ്പോൾ പാടിക്കേട്ടത്. അടുത്ത പാട്ട് എഴുതിയല്ലോ, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ ഈ 10 മുതലുള്ള, പ്രത്യേകിച്ച് 20 മുതലാണ് പ്രധാനപ്പെട്ട വാക്യങ്ങൾ. അടുത്തത്, ആഴ്ചയിലാദ്യത്തേതായിടും നീ ശുദ്ധദിനേ ആദ്യജനുയർപ്പൂണ്ടെഴുന്നേൽപ്പിച്ചീമൺമേരെയും. അപ്പോൾ ആഴ്ചയിലാദ്യം കൊടുത്തിട്ട് അവിടുത്തെ വേദഭാഗം എഴുതണം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. എഫേസ്യർ 2:7, കൊലോസ്യർ 3:1. അതുകൊണ്ട് കണ്ടുപിടിച്ചാൽ കാണാം. എഴുതിയേക്കാം. ആഴ്ചയിൽ ആദ്യത്തെ അതായി എഴുതുന്ന നിശുദ്ധതിന്. ഞാൻ വീട്ടിൽ പോയിട്ട് ഈ വേദവാക്യവും ഈ പാട്ടും കൂടി ഒന്ന് ഒത്തു നോക്കണം. അതിൻ്റെ അർത്ഥവും നമ്മുടെ ജീവിതത്തിലുള്ള ബലിയെന്ന കുർബാനക്രമത്തിൽ നിങ്ങൾ കണ്ടു കാണും. ഒരു KC വർഗീസ് പന്തളം, നല്ല പുസ്തകമാണ്, പഠിക്കാൻ കൊള്ളാമാകുന്ന. നമ്മുടെ ഒഫീഷ്യൽ ബുക്ക് MOCയുടെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പാടാൻ പെട്ടെന്ന് പറ്റുന്ന അതാണ്. മറ്റേ അർത്ഥം കൂടി ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ കൊടുക്കാമാവുന്ന ഒരു ബുക്കായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. അടുത്ത വേദഭാഗം ഉള്ളത് നമ്മൾ അവിടെ 2 പ്രധാനമായിട്ടും വേദഭാഗമായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ അടുത്ത അവസാനത്തിൽ, രക്ഷകനെ നിന്നെയും നിന്നുത്ഥാനത്തെയും കൊണ്ടാടുന്നടിയാർക്കുവിരേ കേണം നിന്നരുൾ പോൽ. അവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം, 20:31. വളരെ നല്ല അർത്ഥമുള്ള പാട്ടുകളാണ് ചെന്തായിലെ പാട്ടുകൾ. മനോഹരമായിട്ട് പാടുന്ന പാട്ടുകളുണ്ട്, പള്ളികളിൽ കണ്ടിട്ടുണ്ട്. കൊയറൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് ആദ്യം മുതൽ തന്നെ പള്ളിയിൽ നിറച്ച ആളുകൾ വന്ന് ചെന്താ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒത്തിരി മനോഹരമാണ്. ഈ പാട്ട് ഏത് പാട്ടിൻ്റെ ട്യൂണാന്ന് പറയാമോ? നമുക്കെല്ലാവർക്കും പരിചയമുള്ള ട്യൂൺ. അതുകൊണ്ട് ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും ഇന്നും കേൾക്കുന്ന പാട്ടാണ്, ട്യൂണാണ്. ധന്യൻവിൺമൺവാസികളെ, ആ ട്യൂണാണിത്. മഹിമയോടെ കബറി ഒക്കെ ഇടയ്ക്ക് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 വാക്യം, 3 സ്റ്റാൻസ വാക്യമായിട്ട് നമ്മൾ എഴുതി. അതിനുശേഷം പാട്ട് പാടിയതിനു ശേഷം എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു സങ്കീർത്തനം ഉച്ചത്തിൽ വായിക്കുന്നു. അത് കുഞ്ഞുങ്ങൾ, അത് ശുശ്രൂഷകരത് വായിക്കുന്നു. അതിനുശേഷം അടുത്ത പാട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. എന്നോട് ചേർന്ന് പാടിയാൽ സന്തോഷമായിരിക്കും. നമ്മൾ പള്ളിയിലെ പോലെ മിണ്ടാതിരിക്കുക, അല്ലേ? ഞാൻ പറഞ്ഞത് പള്ളിയിൽ പോലെ മിണ്ടാതിരിക്കണം എന്നല്ല. പള്ളിയിൽ ഇപ്പം ഇങ്ങനെ രീതി, ഒരാൾ പാടും, ബാക്കി എല്ലാവരും കേട്ടുണ്ടാക്കിയിരിക്കും. കല്യാണത്തിന് വേറെ പാടുന്നത് പോലെ. ഞാൻ പിച്ച് കുറച്ചാന്നല്ല പാടുന്നത്, അതുകൊണ്ട് എല്ലാവരും ഉച്ചത്തിൽ പാടുക. ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. ദൂതഗണം കൽപ്പതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി ക്രമമൊടുകാവൽക്കാർ നിന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിവരിക്കുന്ന വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് പാട്ടായിട്ട് അവിടെ നമ്മൾ പാടിയത്. 28:4. അടുത്ത പാട്ട്, അടുത്ത സ്റ്റാൻസ ഉച്ചത്തിൽ പാടിക്ക് ശില്പിച്ച് കുറച്ച് പാടാം. ശമോൻ കീപ്പായോഹന്നാനോടുമൊന്നിച്ചിന്ന അക്കബറിടമതിലേ കോടി യാക്കോബാനും നിച്ചു തോമാ തൃപ്തിപ്പെട്ടു മത്തായി സ്തോത്രം പാടി. സ്ലീഹന്മാർ ഓടിയതിനെ കുറിച്ചാണ് ഇവിടെ. മത്തായി സ്തോത്രം പാടിയെന്നും തോമാസ് സ്ലീഹ തൃപ്തിപ്പെട്ടെന്നും വേദോസത്തില്ല എങ്കിലും
അത് എഴുതിയ ആൾ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് അത് പ്രാസം വെച്ച് അങ്ങനെ നല്ല പാടാൻ വേണ്ടി നമുക്ക് പാടുമ്പോൾ സന്തോഷമാണ് ഇത് പാടുമ്പോൾ അത് എഴുതിയിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:4 എന്ത് ഷെമോൻ കീപ്പ എന്നിട്ട് ഡോട്ടിടുക 20:4. ബുധനാഴ്ചകളിൽ പരിമല വരുമ്പോൾ പേപ്പറും പേനയോട് കൊണ്ടുവരാൻ ആരും മറക്കരുത്. വിശ്വാസപഠന ക്ലാസ് ഉള്ളതുകൊണ്ട് 20:4. കാരണം നമ്മൾ വീട്ടിൽ പോയാൽ നമ്മൾക്കൊരു സ്വഭാവമുണ്ട്, മറന്നു പോകും. ആ കാര്യത്തിൽ മറ്റു സഭകളൊക്കെ ഓർത്തിരിക്കും. നമുക്ക് ഇച്ചിരി മറവി കൂടുതലുള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഒക്കെ മത്തായി സുവിശേഷം 20:4. അടുത്തത് നല്ലൊരു പാട്ട്, എല്ലാവരും തെറ്റിച്ച് പാടുന്നൊരു പാട്ടാണ്. പാതാളം പടി പാതാളം പൂക്കിടയൻ വിഗ്രഹസേവ വിടുർത്തി. അവിടെ തെറ്റിക്കുന്നത് പാതാളം പൂക്കിടയൻ എന്നാണ്. പൂക്കിടയൻ അതിൻ്റെ അർത്ഥമൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പൂക്കിടയൻ അതിൻ്റെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പൂക്കിടയൻ എന്നാണ് പാടുന്നത്. അത് പാടാൻ പറ്റും. പിന്നെ വിടർത്തി എന്നാണ്, വിടുർത്തി എന്നാണ്, വിടുർത്തി. അതിൻ്റെ അർത്ഥം നല്ല മീനിങ് ഉള്ളതാണ്. പാതാളം പൂക്കിടയൻ വിഗ്രഹസേവ വിടുർത്തി. നമ്മൾ ഒരുപാട് പാട്ടിങ്ങനെ തെറ്റിച്ച് പാടുന്നുണ്ട് അല്ലേ? അവിടെ പരമതിനെ കർത്താവെ പാടുമ്പോൾ ചോറും ഒക്കെ പാടുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും തെറ്റിച്ച് അവിടെ തന്നെ ഒരു പാട്ട് തെറ്റിച്ച് പാടുന്നുണ്ട്, നേരെ വിപരീതാർത്ഥത്തിലൊക്കെ. ഭംഗിയായിട്ടൊന്ന് പാടിക്ക്. പാതാളം പൂക്കിടയൻ വിഗ്രഹസേവ വിടുർത്തി തന്നുടെ സഭയെ രക്ഷിച്ചു ജീവിച്ചു മഹത്വത്തോടെഴുന്നേറ്റതിന് ശക്തിയ ശത്രുക്കളിൽ നിന്നും വീണ്ടും. 1 പത്രോസ് 3:19. 1 പത്രോസ് 3:19. നമ്മൾ വീട്ടിൽ പോയി അതൊന്ന് താരതമ്യം ചെയ്യാൻ കൂടി ഇവിടെ ഇരുന്ന് നമുക്ക് ഒത്തിരി സമയമില്ലാത്തത് കൊണ്ടാണ് ഒരു ഹോംവർക്ക് പോലെ കൂടി നിങ്ങൾക്ക് തരുന്നത് എന്ന് കൂടി ഓർപ്പിക്കുന്നു. അടുത്തത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാട്ടും വേദപുസ്തകത്തിൽ നിന്നുള്ളത് മാത്രമാണ്. ലഹരിയൊഴിഞ്ഞവനെ പോൽ കർത്താവിനാൽ മരണത്തെ വിട്ടുണർവോടെ മൃതിയെ കൊന്നു തകർത്ത പാതാളത്തിൻ വാതിൽ തീർത്തൊരു നിത്യകൽപീഠം. 1 പത്രോസ് 4:6. വീഞ്ഞിൽ എഴുതിയിട്ട് വീഞ്ഞിൻ ലഹരി. 1 പത്രോസ് 4:6. എന്ത് ഭംഗിയായിട്ടാണ് പിതാക്കന്മാരെല്ലാം വേദപുസ്തകത്തിൽ നോക്കിയാണ് അത് എഴുതി പാട്ടായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് അവിടെ ഒരു അവസാനത്തേതും ശുഭഹോലാപം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തെ ഗാനശകലവും അങ്ങനെ വേദപുസ്തകത്തിൽ എടുത്തിട്ടുണ്ട്. അടുത്തത് പ്രത്യാശാഗീതം. നിൻവരവോർത്തു വസിച്ചു മരിച്ചവർ കിന്നരെ മോദിപ്പിക്കും നിന്റെ ജസദിനെ കണ്ടിന്നേ ദിവസം തങ്ങളുടെ തലകളുയർത്തി നിൻ കൃപയെ സ്തുതി ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10:24. അതാണ് നമ്മുടെ പ്രത്യാശ. ഇത്രയുമാണ് ആ പാട്ട് പാടിയത്. പാട്ടല്ല, സങ്കീർത്തനങ്ങളും വേദഭാഗങ്ങളും വായിച്ചിട്ട് പുതിയ നിയമഭാഗങ്ങൾ വായിച്ചിട്ട് അടുത്ത പാട്ടിലേക്ക് വേദഭാഗത്തിലേക്ക് 19-ാം മസമൂറയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെയാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. ഒരു ഇടയ്ക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കൊള്ളട്ടെ. വീഞ്ഞിൽ ലഹരി ഒഴിഞ്ഞവരെ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസം തോന്നും. ശരിക്കും അർത്ഥം മനസ്സിലാക്കി നോക്കിക്കേ. വീഞ്ഞിൽ ലഹരി ഒഴിഞ്ഞവരെ ഇപ്പോൾ കർത്താവിനാൽ അല്ലേ? ഒത്തിരിയാണ്ട് കുടിച്ച് മന്മത്തനായി അതിൻ്റെ ലഹരി ഒഴിഞ്ഞ കർത്താവിനെ പോലെ. ഇപ്പോൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് മീഡിയകളിലൊക്കെ വീഞ്ഞിനെ കുറിച്ച് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായി. ഈ മദ്യം നിരോധിച്ചപ്പോൾ ആരൊക്കെ വിളിച്ച് പറഞ്ഞു നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുന്ന മദ്യവും ഇതുപോലെ ആൽക്കഹോൾ ഉള്ളതാണ്, കണ്ടൻ്റാണെന്നൊക്കെ പറയുകയുണ്ടായി. അത് തെറ്റാണ്. നമ്മുടെ വീഞ്ഞൊന്നും അങ്ങനെയുള്ളതിൻ്റെ മുൻതിരിച്ചാറാണത്. അതിലൊന്നും ആൽക്കഹോളൊന്നുമില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അരമനകളിലാണ് അത് ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയാം. അതിൻ്റെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നത് 10-40 ഉണക്കമുന്തിരിങ്ങ കഴുകി എടുത്തിട്ട് അത് മുറിച്ചു തലേ ദിവസം സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സന്ധ്യാനമസ്കാരത്തിന് മുമ്പായിട്ട് അത് വെള്ളത്തിലിടും. പരക്കെ വെള്ളം ഒഴിച്ചിടും. രാവിലെ ആ വെള്ളം ഊറ്റിയെടുക്കും. ഇതിനകത്ത് എന്തോ ആൽക്കഹോളാണ് ഉള്ളത്?
അതാണ് യഥാർത്ഥ വീഞ്ഞെന്ന് പറയുന്നത്. അങ്ങനെ വീഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പം പിന്നെ അങ്ങനെ പല പള്ളികളിലും ബുദ്ധിമുട്ട് വന്നതുകൊണ്ടും ചിലടക്കത്തൊക്കെ ഈ ഉണക്കമുന്തിരിങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒക്കെ നമ്മൾ വീഞ്ഞുണ്ടാക്കിയാണ് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ വലിയ ആൽക്കഹോൾ അതിലില്ലെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കാം. പിന്നെ ആൽക്കഹോൾ എന്ന് പറയുന്നത് ലായനിയാണ്. 2-3 ലായനിയെ ലോകത്തിലുള്ളൂ. അതിനകത്തൊന്നാണ് ആൽക്കഹോൾസ്. ആൽക്കഹോൾ എല്ലാത്തിനും ആൽക്കഹോളിൻ്റെ ഒരു കണ്ടൻറ്റ് കാണും. ആൽക്കഹോൾ എന്ന് കേട്ടിട്ട് ചാരായമാണെന്ന് ആരും പറയരുത്. അതായത് ചാരായമായിട്ടുള്ളത് 1-2 സാധനമേ ഉള്ളൂ. ഒരു സാധനം അവൻ്റെ ഇതേലും അങ്ങനെ പറഞ്ഞമേ ഉള്ളൂ. ഒത്തിരി ആൽക്കഹോൾസ് ലോകത്തിലുണ്ട്. ബ്യൂട്ടൈൽ, പ്രൊപ്പൈൽ, ഇഥനോൾ, വിഥനോൾ എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട്. അത് മരുന്നിനകത്തൊക്കെ ഈ ആൽക്കഹോൾ എന്നെവിടെയും കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ചാരായമാണ്. കുടിയന്മാരായ ഡോക്ടേഴ്സ് പറയും ചാരായം കുടിക്കാൻ കുഴപ്പമില്ല, കാരണം ആൽക്കഹോൾ മരുന്നിലുണ്ടെന്ന് ചുമ്മാ പറയാറുണ്ട്. അത് നീതീകരിക്കാൻ പറയുന്നതാണ്. അത് യാതൊരു മെഡിസിനിൽ കൊണ്ടും ഇത് ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇവിടെ ഈ കടയിലൊക്കെ കിട്ടുന്ന ഈ മദ്യം എന്ന് പറയുന്നത്, നമ്മൾ മദ്യം എന്നൊക്കെ ഈ ചാരായം എന്നൊക്കെ പറയുന്നത്, അതിനകത്തൊന്നും മെഡിസിനൽ ക്വാളിറ്റിയുള്ള വേറെ ആൽക്കഹോൾസ് ഇതല്ല. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഈ സൺഡേ സ്കൂളിലും യുവജന പ്രസ്ഥാനത്തിലൊക്കെ ചോദ്യങ്ങൾ ഒത്തിരി വരാൻ തുടങ്ങി. വീഞ്ഞിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് നമ്മുടെ ബുക്ക് ഷോപ്പുകളിലൊക്കെ വന്നിട്ട് കുപ്പിക്കണക്കിന് വീഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയാലും ഇപ്പോൾ അടുത്ത കാലം നിർത്തിച്ച വീട്ടിൽ പോയിട്ട് കുടിക്കാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ആൽക്കഹോൾസ് ഒന്നും ഇല്ലെന്നത് പ്രത്യേകമായിട്ട് ഓർക്കുക. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു. അതുകൊണ്ട് വീഞ്ഞിൽ ലഹരി അതൊരു ഫ്രൈസായിട്ട് ഒരു ഗാനരചയിതാവ് നല്ല ഭംഗിയായിട്ട് എഴുതിയെന്ന് മാത്രം തന്നെ ഓർത്താലും മതി. ഇടയ്ക്ക് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പാട്ട് നല്ല മനോഹരമായൊരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണല്ലോ. മശിഹ ജീവിച്ചെഴുന്നേറ്റു കാവൽക്കാർ ലജ്ജപ്പെട്ടു തൻ പ്രിയയ സപസന്തോഷ താലാത്മാ പ്രിയനെ വാഴ്ത്തും. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം 8-ാം വാക്യം. വിശുദ്ധ മത്തായി 28:8. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റു എന്നത് സുവിശേഷം അവിടെ നമ്മൾ വായിക്കുകയും പാടുകയാണ്. അടുത്തത് ഞായർദിനെ കീപ്പായോഹന്മാരോ തോടി പോയി ഗുരുമൃതനി ഉയിർ പൂണ്ടേറ്റ അതു കേട്ടാരാഞ്ഞിടുവാനായി. യോഹന്നാന്റെ സുവിശേഷം 20:3. കെംദാ പ്രാർത്ഥനയെല്ലാം കൂടുതലും യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സുവിശേഷമാണ് പറയുന്നത്. പഴയ കാലത്ത് ഇപ്പോഴും പഴയ അച്ഛന്മാർ, അതായത് ഒത്തിരി പ്രായമുള്ള അച്ഛന്മാർ ഏവങ്കേലിയൻ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യം പറയും. ഏവങ്കേലിയൻ വായിക്കുന്നതിന് മുമ്പായിട്ട് മൗനമായിട്ടെങ്കിലും പറയാറുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞിട്ടാണ് ശ്ലോമോ നിങ്ങൾക്കെല്ലാവർക്കും അത് പറഞ്ഞിട്ട് ചൊല്ലത്തുള്ളത്. അത് കെംദാ കാലത്തിൽ ചൊല്ലുന്ന, പഴയ കാലത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ഫ്രൈസാണ്. അതുകൊണ്ട് മിശിഹ ജീവിച്ചെഴുന്നേറ്റു എന്ന വേദഭാഗം നമ്മൾ എഴുതി. രണ്ടാമത്തേത് ഞായർദിനെ കീപ്പ യോഹന്നാന്മാർ ഓടിപ്പോയി എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 3-ാം വാക്യമാണ്. സോറി, നടത്തി തിരിച്ചു പോയതാണ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് എഴുതി അത് വീട്ടിൽ കൊണ്ടുപോയി ഒത്തുനോക്കാനും കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത വേദഭാഗം കൂടി നമ്മൾക്ക് പാടുകയാണ്. നഷ്ടമതാം തന്നുരുവും വീണ്ടാദാമിൻ ശരീരം പുതുതാക്കാനായി മൃതലോകെ തെക്കല്ലോ ദൈവമിറങ്ങി. എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 19-ാം വാക്യമാണ് പാടുന്നത്, അവിടെ പാടിയത്. നഷ്ടപ്പെട്ട തൻ്റെ രൂപത്തെ വീണ്ടെടുത്തിട്ട് ആദാമിൽ നിന്ന് നശിച്ചു പോയ ശരീരത്തെ പുതുതാക്കുവാൻ മരിച്ചവരുടെ ലോകത്തിലേക്ക്, അതായത് പാതാളത്തിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്നു. ആ ദിവസത്തെ എന്ത് വിളിക്കുന്നു? ദുഃഖ ശനിയാഴ്ചയായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് അത് ആ ദിവസം ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. പോകട്ടെ. 1 പത്രോസ് 3:19. അതിനുശേഷം കർത്താവിനൊരു പുതിയ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഏത് വായിക്കുന്നു? യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ ഉച്ചത്തിൽ വായിക്കുന്നു. അടുത്ത പാട്ടും മനോഹരമായൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ കെംദായിലെ എല്ലാ ചൂടുകളും ഒത്തിരി മനോഹരമാണ്. ഇന്നാൾ നിൻ കബറിങ്കൽ ദൂതന്മാർ പൂണ്ടും വെള്ളം
സ്തുത്യമുത്ഥാനം. അതിൻ്റെ വേദഭാഗം കൂടെ എഴുതുക. എഫേസ്യർ 2-ാം അധ്യായം 7-ാം വാക്യം, കൊലോസ്യർ 3:1. രണ്ടും കൂടി ചേർത്താണ് അവിടെ പാട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. നല്ല സുഗന്ധ ധൂപക്കൂട്ടുകളോടും പോയി. കഴിഞ്ഞ ആഴ്ച ധൂപക്കുറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് പറയുകയുണ്ടായി. അത് എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ കവറടക്കിയതും സുഗന്ധ ധൂപക്കൂട്ടുകൾ ഉപയോഗിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അവിടെ വായിക്കുന്നുണ്ട്, വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അടുത്തത്, കഴിഞ്ഞ ആഴ്ച ധൂപക്കുറ്റിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വളരെയധികം ആളുകൾ അതിനെപ്പറ്റി പിന്നെയും ഇവിടെ കേൾക്കാത്തവർ ചോദിക്കുകയുണ്ടായി. ഒത്തിരി സംശയങ്ങളൊക്കെ പിന്നെ ചോദിക്കുകയുണ്ടായി. ഒത്തിരി സന്തോഷം. ഇവിടെ വന്നവരെനിക്ക് തോന്നുന്നു, വരാത്തവരാണ് ടി വിയിൽ കേട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. ഒത്തിരി സന്തോഷത്തോടുകൂടി അത് കേൾക്കുകയുണ്ടായി. ആ സന്തോഷം നിങ്ങളെ വീണ്ടും അറിയിക്കും. അവസരം തരാം. വാക്യമാണ് കൊലോസ്യർ 3:1. അടുത്തത്, തിരുവുളമായി മൃതി പൂണ്ട ഖബറിഞ്ഞി ഉയരേറ്റു മനുഷ്യരെ വീഴ്ചയിൽ നിന്നേറ്റി സ്വർഗക്കൂട്ട തൊടുകൂടെ മോദിപ്പാൻ നമ്മെ മേളിപ്പിച്ചോനായി സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 24:7. ലൂക്കോസ് 24:7 വാക്യം. നമുക്കിപ്പോൾ പള്ളിയിൽ പോയി പെട്ടെന്ന് തീർന്നേച്ച് പോകണമെന്ന് ആഗ്രഹം. പഴയ കാലത്ത് നിങ്ങൾ പ്രായമുള്ള അപ്പച്ചന്മാരുണ്ടെങ്കിൽ അറിയാം, ഈ പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഈ പാട്ട് പാടി എല്ലാവരും എത്തിച്ച് വിളിക്കാം. അപ്പോൾ ഒത്തിരി നീളത്തിൽ പാടുന്നത് കേട്ടിട്ടുണ്ട് ഈ പാട്ട്. കാരണം അത്രമാത്രം സന്തോഷത്തോടു കൂടി പാട്ടിൽ ലയിച്ച് നിന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിൽക്കുമ്പോൾ അതിങ്ങനെ പാടാൻ തോന്നും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഈ പഴയ കാലത്തെ പിതാക്കന്മാർ ഇങ്ങനെ പാടിക്കും. ഞാൻ ഒരു പാടി കേൾപ്പിക്കാം. തിരുവുളമായി മൃതി പൂണ്ട ഖബറിഞ്ഞി ഉയരേറ്റു മനുഷ്യരെ. അങ്ങനൊരു സ്ലാങ് കൂടെയാണ് ചേർത്ത് വരുന്നത്. ആ ട്യൂണൊന്ന് പൂർത്തിയാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രീയത്തിനൊക്കെ ഉള്ളതുപോലെ അങ്ങനെ പാടി അതിനൊന്ന് സന്തോഷത്തോടെ. ഇന്ന് പാടാൻ ആളില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 50 പിള്ളേരുണ്ടെങ്കിലും പൊതുവായിലൊക്കെ ഇപ്പോൾ 50 പേരോളം 50 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പൊതുവായി ശുശ്രൂഷകരൊക്കെ ചില പള്ളിയിലൊക്കെ നിൽക്കാൻ സ്ഥലമില്ല. അമ്മമാരുടെ ജോലിയാണ്. അവരെ പിടിച്ച് അങ്ങനെയൊക്കെ പിടിച്ച് നല്ലതാകാൻ പറ്റുന്നതാണ്. ഒറ്റയാളെ പാടത്തുള്ളൂ. അവൻ നിന്ന് പെട്ടെന്ന് പാടിയ ചെന്നപ്പോൾ ആരും പാടാറില്ല. പോട്ടെ. അടുത്തത് പിന്നെയും സുവിശേഷം പാടുകയാണ്. ഞായർദിനേ ദൂതന്മാർ വെള്ളയണിഞ്ഞെത്തി ഖബറരികെ അവരിലൊരാൾ നീക്കിയ കല്ലിന്മേലേറിയിരുന്നു അഖിലേശൻ ജീവിച്ചെന്നറിയിച്ചാരികളെ. സുവിശേഷമാണത്. സുവിശേഷം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ സുവിശേഷമുണ്ടല്ലോ, അത് ഉയർപ്പിൻ്റെ സുവിശേഷം. അതാണ് അവിടെ പാടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:2. അടുത്തത് എഴുതിയല്ല 28:2. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. മീൻസ് അതിന് വാക്യങ്ങൾക്ക് സംശയമുണ്ട്. അടുത്തത്, ഇനി നമ്മളെല്ലാവരുടെയും വിശ്വാസം ഏറ്റു പറയുകയാണ്. എല്ലാവരോടും ചേർന്നിട്ട് നാഥാ നിന്നുത്ഥാനം ദൂതക്കിന്നേകും നാനന്ദം ഇതു നാരികൾ ചെന്നറിവായതിനാൽ ശമവോൻ കീപ്പ സന്തോഷിക്കുന്നാനന്ദിക്കുന്ന യോഹന്നാൻ കുറിയലായിസോൻ. അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നവരെങ്കിലും ആ കുറിയലായിസോനൊക്കെ ഒന്ന് പറയാനായിട്ട് ഒന്ന് ചെല്ലണേ. എന്തോരു സന്തോഷമാണെന്നറിയാമോ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:2 ഇപ്പോൾ പാടിയ നാഥാദിനുത്ഥാനം. നിങ്ങൾ കഴിയുമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ട് കുർബാനക്രമത്തിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ എഴുതിയിട്ടാൽ നല്ലതായിരിക്കും. ഒരു കുഴപ്പമില്ല. നമ്മുടെ കുർബാന ഇപ്പോൾ പിന്നെ പള്ളിയിൽ പിന്നെ മരിച്ചവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. മൊത്തം ഇങ്ങനെ പെട്ടികൾ വെച്ചിരിക്കുക കുർബാനക്രമം കൊണ്ട്. അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല പള്ളികളിലും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതായി നല്ല സ്ഥലം. പിന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക, അവരെ വരാൻ സമ്മതിക്കത്തില്ല. ഒത്തിരി നേർച്ചക്കുട്ടികളും ഒത്തിരി പുസ്തക കുട്ടികളും
ഇങ്ങനെ ഒത്തിരി വിളക്കുകളും ഒക്കെ ഇങ്ങനെ വെച്ച് കുഴപ്പമില്ല, ഡൊണേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ എന്നാലും ഒരു അഭംഗി പോലെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ചില പള്ളിയിലൊക്കെ ചെന്നാൽ ഒരു 100-400 പുസ്തകമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഇതൊരു പുസ്തകം കൊണ്ടുപോകാൻ മടി പോലെ സ്വന്തമായിട്ട് പ്രമാണക്രമം ഉള്ളത് ഒത്തിരി നല്ലതായിരിക്കും. ഒന്ന് പഠിക്കാനും പാടാനും വീട്ടിലൊക്കെ ഇരുന്ന് പാടുന്നതുകൊണ്ട് തെറ്റുന്നതുമില്ല. നമ്മുടെ പോകട്ടെ. അതിനുശേഷം എല്ലാവരോട് ചേർന്നൊരു പാട്ട് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു. മറിയാം പറഞ്ഞെന്നാൽ അതിനുശേഷം അടുത്ത പാട്ട് പാടുകയാണ്. നോക്കണം, നമ്മളൊക്കെ ഓടിപ്പാടി പോകുന്ന അല്ലേ, ഓടിപ്പാടി തികയ്ക്കുക എന്നാണ് പറയുന്നത്. ഒന്ന് തികച്ചു വിടുക പാട്ടൊക്കെയാണ്. ആ പാട്ടിനകത്തുനിന്ന് വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇതത്രയും വേദപുസ്തകം കുത്തി നിറച്ചിരിക്കുന്ന ആരാധന കളഞ്ഞിട്ടാണ് കേവലം ഒന്നോ കുറച്ച് അധ്യായം വായിക്കുന്ന സഭയിൽ പോയി നിർവൃതി അണഞ്ഞുകൊണ്ട് അല്ലേ പോകുന്നത്. പോകട്ടെ. നശിപ്പിക്കും മരണത്തെ കൊന്നി താകൽ കറുസാതൻ കീഴിൽ നിന്നടിയാരെ വീണ്ട നിന കുജിത സ്തുതി പാടും നടിയാരെല്ലാരും. ഒന്നുകൂടെ പാടണം, എനിക്കത് തെറ്റിപ്പോയി, അത് കുഴഞ്ഞു പോയി, തിരിഞ്ഞു പോയതാണ്. നിന്നടിയാരെ വീണ്ട നിന കുജിത ധ്വനിയിൽ സ്തുതി പാടും നടിയാരെല്ലാരും. ഉചിതമായ നിലയിൽ അടിയാരെല്ലാവരും എന്ത് പാടുന്നു? സ്തുതി പാടും. നമ്മുടെ സ്തുതി എന്ന് പറയുന്നത് സ്തുതി ചൊവ്വാക്കപ്പെട്ടത്. എല്ലാറ്റിനും സ്തുതി പാടാൻ, സ്തോത്രം ചെയ്യുവാൻ വേദപുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മോഷ്ടിച്ചാലും സ്തോത്രം ചെയ്യാനല്ല, ബസ്സിൽ കയറി ടിക്കറ്റ് കണ്ടക്ടർ എടുക്കാത്തതിന് സ്തുതി പാടാനല്ല. മനസ്സിലായല്ലോ? ഇതാണ് അർത്ഥം. പിതാക്കന്മാർ ഉചിതമായ സ്തുതികൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ അർപ്പിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. അതാണ് സാധു കൊച്ചുമുദേശി പാടിയത്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാം എല്ലാവരും ഓർത്തഡോക്സ് സഭയിൽ സ്തുതി ഒന്നുമില്ലെന്ന്. നമ്മളത്രയും സ്തുതിയും അല്ലടിയാൻ പാടുന്ന ആരുണ്ട്, പക്ഷെ നമ്മൾ പാടാത്തത് കൊണ്ടാണ്. അവർ പാടുന്നത്. കല്ലുകൾ ആർത്ത് വിളിക്കുന്നത്, കല്ലുകൾ പോലെ നമ്മൾ തള്ളുന്നവർ അല്ലേ. എത്ര ഹാലലിയ നമ്മൾ ചൊല്ലുന്നത്. എൻ്റെ പള്ളിയിൽ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. സന്ധ്യ ഒരു 3 ഹാലേലിയ ഉച്ചത്തിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നറിയാമോ? രാത്രി നമസ്കാരത്തിൽ 9 പ്രാവശ്യം ഉച്ചത്തിൽ കൈകൾ വിരിച്ച് ഹല്ലേലൂയ പറയും. നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ കുഴപ്പമാണ്, ഉറങ്ങിപ്പോവുക, വരുന്നില്ല. സന്ധ്യ നമസ്കാരത്തിൽ ശുഭഹോല പോലെ ഹാലേലൂയ 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 ആദ്യം മുതലെന്ന് വന്നേക്കും തന്നെ ആമീൻ. മഹോന്നതിൻ്റെ മറവിലിരിക്കും. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഹാലേലൂയ ഇല്ല. ഞാൻ ചെന്നപ്പോൾ പള്ളിയിൽ ശുഭഹോല പോലെ ആരാണ്ട് ഒരാളോ അല്ലാലും അതാ കഴിയും. അങ്ങനെ ചൊല്ലുമായിരുന്നു. ആര് കേട്ടു, എന്ത് കേട്ടു? പുറത്തുള്ള സഭയിലും ഹല്ലേലൂയ. നിൻ സ്തുതിയും ഹാലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതെന്നാണ് പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരെ പഠിപ്പിച്ചത്. നമ്മൾ നിർത്തിയത് ആരുടെ കുഴപ്പം അല്ലേ? വാ മൂടി കെട്ടി നിർത്തരുതേ. നിസ്തുതിയും ഹാലേലൂയായി കർത്താവേ ഞാൻ സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രമതായിരമായിരമായി. അതിപ്പോൾ എന്താ വേണം? അൻപുടയോനേ നിൻവാതിൽ എന്തൊരു ഹല്ലേലൂയാണ്. അത് ഞാൻ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ എനിക്കങ്ങ് വിഷമം തോന്നി. ഈ പുരുഷന്മാരൊക്കെ വാ മൂട്ടിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മെയിൽ വോയിസ്. ഫീമെയിൽ വോയിസ് മോശമല്ല, നിങ്ങൾ എപ്പോഴും പാടുന്നുണ്ടല്ലോ. മെയിൽ വോയിസിനെ കൊണ്ട് ഈ പാട്ടൊന്ന് പാടിക്കും പ്രമാണം കഴിഞ്ഞിട്ട്, ട്യൂണൊക്കെ വെച്ചിട്ട് നല്ല ഈ അനുതാപത്തിൽ ഉച്ചത്തിൽ ഹാലേലൂയ പാടും. എന്തൊരു സന്തോഷമാണ് അറിയാമോ? നമ്മൾ ഹാലേലൂയ ഉച്ചത്തിൽ പാടും. അതാണ് ഇവിടെ പാടിയത്. നിന്നടിയാരെ വീണ്ട നിന ഉചിത സ്തുതി ധ്വനിയിൽ സ്തുതി പാടുന്നടിയ എല്ലാരും. എബ്രായർ 2:14-15. ഹിബ്രു എബ്രായർ 2:14-15. ഞാൻ ഇച്ചിരി സ്പീഡിലങ്ങ് പോകുന്നേ, സമയം
പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്നു. പക്ഷേ നമുക്ക് എല്ലാത്തിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞ് പോകണമെന്ന് വിചാരിച്ചാൽ പാടുന്നത്. പക്ഷെ നമ്മുടെ സമയം ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ബൈബിൾ പഠിക്കാൻ സഭ എനിക്ക് തോന്നുന്നു ഒത്തിരി സമയം എടുക്കണമെന്ന് തോന്നുന്നു. അടുത്ത സങ്കീർത്തനങ്ങൾ വായിക്കും, നീണ്ട സങ്കീർത്തനങ്ങളാണ് വായിക്കുന്നത് അല്ലേ? ഒത്തിരി സങ്കീർത്തനം, പ്രകാശത്തിൻ്റെ സൃഷ്ടാവിനെ സ്തുതി. നമ്മൾ ഉത്സവയ്ക്കൊക്കെ പോകുന്ന സമയമാണ്. ഒത്തിരി സങ്കീർത്തനങ്ങൾ കേൾക്കാറുണ്ട്, അവിടെ വായിക്കുന്നു. മനവർവാനോർ മുന്നിൻ മഹിമേ വന്നീച്ചിടുന്നു. ആ പാട്ട് ഒത്തിരി എഴുതണ്ട, വേദഭാഗത്തു നിന്നുള്ള ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്തതായതുകൊണ്ട് ഒത്തിരി സങ്കീർത്തനങ്ങൾ പല വേദഭാഗത്ത് ചേർത്തെഴുതിയതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. അതിനകത്തുള്ള ആ പാട്ടുകൾ മുഴുവനും അത്തരത്തിലുള്ളതാണ്. നല്ല പാട്ടാണത്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാർ ചേർന്ന് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ചരിത്രം പറയുന്നത് നല്ല എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് ഏകസുതൻ താൻ മോറാനീശോ എന്നൊക്കെയുള്ള ആ ചുണ്ടുകൾ. അടുത്തത് യൂതന്മാർ കുരിശിൽ തൂക്കി തന്നെ. അതിൻ്റെ വാക്യങ്ങൾ എഴുതണം. അതെഴുതണ്ട അത് അവിടെ ഇച്ചിരി ഇതുള്ളതുകൊണ്ട് വേറൊരു സ്ഥലത്തിലേക്ക് നമുക്കത് ഒത്തിരി വാക്യങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് എഴുതാം. നാഥൻ, അതെഴുതിക്കോ, സെയിം ഡയറക്റ്റാണ്. നാഥൻ വിളവാവേലക്കാരോടു ചോദിപ്പാനായി വന്നു, അവകാശമാനവനെ തോപ്പിൽ പുറമെയവർ തൂക്കി. ഹാലേലൂയ 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 ഊ ഹാലേലൂയ. യഥാർത്ഥത്തിൽ നമ്മളവിടെ ഊ ഹാലേലൂയ യൗ ഹാലേലൂയ എന്നൊക്കെ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടുണ്ടോ? രണ്ട് ഹാലേലൂയ ചൊല്ലുമ്പോൾ ഹാലേലൂയയും ഒരു ഹാലേലൂയയോട് ചൊല്ലുമ്പോൾ ഇടയ്ക്ക് ഹാലേലൂയയും നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. വു നാർത്ഥം വു സുറിയാനിയില്ല ആണല്ലോ. വു എന്ന് പറഞ്ഞാൽ ആൻഡ് യു എന്നർത്ഥത്തില്ല. ഹാലേലൂയ. അപ്പം വു പാടാനൊക്കാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയോ തെറ്റൊന്നുമല്ല അങ്ങനെ പാടുന്നു. അതിൻ്റെ വാക്യം എഴുതിയല്ലോ. നാഥൻ വിളവ വിശുദ്ധ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ 18-19 39-ാം വാക്യം. 38-39 ഒരു സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 38 മുതലുള്ള സംഭവങ്ങളാണ് 39 എഴുതിയത്. അടുത്തത് കാണാത്തതിനെ തേടി തൻ ലോകം നാഥൻ പുക്കാറേ ഖബറിൽ തന്നെ അടച്ചവരെ ലജ്ജിപ്പിച്ചുത്താൻ. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 15:8. അടുത്തത് പാട്ട് ഇനിയും കൂടുതൽ പാടുന്നില്ല. പാടിയാൽ നമ്മുടെ സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഹെഡിങ് മാത്രം എഴുതി അങ്ങ് പോവുകയാണ്. അജ്ഞാത്മീയന്മാരീറേരും എഴുതിക്ക്. അജ്ഞാത്മീയന്മാരീറേരും അത് നല്ലൊരു പാട്ടാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 29:4. അടുത്തത് നിന്നാൾ സ്തുതി രാജമകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതാ സങ്കീർത്തനം? 45-ാം സങ്കീർത്തനമാണ്. 45-ന്റെ നിന്നാൾ സ്തുതി രാജമകൾ 45-10. നയവാൻ പന പോലെ നീതിമാൻ പന പോലെ തളിക്കും ലെബാനോനിലെ ദേവദാരു പോലെ. ആ നയവാൻ പന പോലെ എഴുതിക്ക്. 92-12. അപ്പൻ മക്കളോട് ദയവ് ചെയ്യും മക്കളിലപ്പൻ സങ്കീർത്തനം 103-13. ഇതിനിടയ്ക്ക് ഒരു വേദഭാഗം കൂടി എഴുതണേ. നല്ലൊരു വേദഭാഗമുണ്ട്. ദൈവത്തിൻ പുത്രനെ മറിയാം. അതോടെ എഴുതിക്കാൻ പോകാം. ഡയറക്റ്റ് എഴുതിയിരിക്കുന്നതാണ്. യോഹന്നാൻ 20:15 മുതൽ. യോഹന്നാൻ 20:15 മുതൽ. ദൈവത്തിൻ പുത്രനെ മറിയാം ഉത്ഥാനത്തിൽ ശേഷം ഓ മറിയാമേ ഞാൻ തോട്ടക്കാരൻ. ആ പാട്ടിൻ്റെ സദൃശമായിട്ടുള്ളൊരു പാട്ടാണ്. അടുത്തത് കുറച്ച് ബോവുസകളൊക്കെയാണ്. അതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ക്രമത്തിൽ വരുന്നതായതുകൊണ്ട് തന്നെ ബോവുസകളാണ്. അവിടെ നമുക്ക് വേദവാക്യങ്ങൾ വാക്കുകൾ എഴുതി
ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് വേദഭാഗങ്ങൾ ശ്രീബായുടെ ഇനിയും ചുരുക്കി പറയുകയാണ്. ഇപ്പോൾ തന്നെ സമയം 9 പോകുന്നു, 44 ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പ്രഭാത നമസ്കാരം വരെ ഒന്ന് നോക്കി വെച്ചെന്ന് മനസ്സിലിരിക്കട്ടെ. ഏതാ കെന്ത പ്രഭാതം അവിടം വരെ നമുക്ക് ഇന്നൊക്കത്തുള്ളൂ. ബാക്കി അത് പറയാനൊക്കത്തില്ല. ബാക്കി ഞാനൊരു അവസരത്തിൽ ശ്രീബാ നമസ്കാരത്തിൻ്റെ അടുത്തേ ഒക്കത്തുള്ളൂ. കാരണം ഓടിച്ചു പോയാൽ ശരിക്കും പഠിക്കുന്നത് നമ്മൾ ശരിക്കും ഹൃദയസ്ഥമാക്കി പോകണം. ചുരുക്കത്തിൽ ശ്രദ്ധിക്കുക. അവിടം വരെ ഇരിക്കട്ടെ തൽക്കാലം. ഇതിന് ശേഷം നമസ്കാരത്തിന് ശേഷം നമ്മളെല്ലാവരെയും കൂടെ പിടിച്ചിരുത്തും. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. അത് വേദഭാഗമാണ്. ആ പറയുന്നതും ഒരു വേദഭാഗമാണ്. 3 വേദഭാഗം ഇവിടെ വായിക്കുന്നു. മിനിമം 3 വേദഭാഗം. അത് പഴയ നിയമത്തിൽ നിന്നുമാണ്. നമുക്കറിയാമല്ലോ. ഒന്ന് മോശയുടെ 5 പുസ്തകത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്നും വാർക്കുമ്പോൾ അറിയാമല്ലോ. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ പുസ്തകം വായിക്കാത്ത ഒരു ഞായറാഴ്ച നമുക്കില്ല. അങ്ങനെ വേദപുസ്തകത്തെ പഴയ നിയമത്തെ 3ആയിട്ട് അങ്ങ് തിരിച്ചിരിക്കുക പിതാക്കന്മാർ. ഒന്ന് മോശയുടെ 5 പുസ്തകം, അതിനെന്ത് പറയുന്നു? പഞ്ചഗ്രന്ഥങ്ങൾ. നിങ്ങൾ പഴയ മദ്ബഹായിൽ കയറിയിട്ടുള്ളവർ ശ്രദ്ധിക്കും. ഒറേത്തായുടെ 1-ാം പുസ്തകത്തിൽ നിന്നും വാർക്കുമോർ മറുപടി എന്ത് പറയും? സൃഷ്ടികളുടെ ഉടയവനെ. അത് കേൾക്കാൻ സുഖമാണ്, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് വലിയ പിടിയില്ല. അത് മോശയുടെ 5 പുസ്തകത്തിനെ പറയുന്ന ഒറൈത്ത സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ഒറൈത്ത. ദീർഘദർശിമാരുടെ തലവനായ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും, പഞ്ചഗ്രന്ഥമാണല്ലോ 5 പുസ്തകം. അതിനുശേഷം പ്രവാചകന്മാരുടെ പുസ്തകം, അത് യെശയ്യാവ് മുതൽ അങ്ങോട്ട് വായിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം എങ്ങനെയാണെങ്കിലും ഒരു അധ്യായം വായിച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞായറാഴ്ച ശ്രദ്ധിക്കണം. നമ്മൾ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ചിരിക്കും. കഴിഞ്ഞ ആഴ്ചയും വായിച്ചിരുന്നു. കഴുകിനെ പോലെ ചിറകടിച്ചു വരുന്നൊക്കെ പറഞ്ഞ നല്ല വേദഭാഗമാണ്. അത് പുതിയതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് വായിക്കുന്നത്. അത് ഒത്തിരി അർത്ഥവത്തായിട്ടുള്ളതാണ്. പിന്നീട് ഈ പഞ്ചഗ്രന്ഥത്തിനും പ്രവാചകന്മാരുടെ ഇടയിൽ കുറച്ച് കെത്തൂബീംസും എഴുത്തുകളും രാജാക്കന്മാരുടെ പുസ്തകം, സങ്കീർത്തനങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ ആഴ്ച സങ്കീർത്തനം വായിച്ചായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്നൊരു അധ്യായം വായിക്കാൻ വേദപുസ്തകത്തെ പഴയ നിയമത്തെ 3ആയിട്ട് അങ്ങ് പിതാക്കന്മാർക്ക് വേറെ ഒത്തിരി ഉണ്ട്, പഠിക്കാൻ വേണ്ടി വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് ആരാധനയിൽ വായിക്കുവാൻ വേണ്ടി 3ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മോശയുടെ 5 പുസ്തകം, പിന്നെ പ്രവാചകന്മാരുടെ പുസ്തകം, ഇതിനിടയിലുള്ള എഴുത്തുകൾ, രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സങ്കീർത്തനം ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 3 അധ്യായം വായിക്കും. സെലക്ട് ചെയ്തിട്ട് ഒരു വേദവായന കുറിപ്പുണ്ടല്ലോ, അറിയാമല്ലോ. അതിൽ നിന്നും സെലക്ട് ചെയ്ത് വായിക്കും. 4 5 കൊണ്ട് 3 മിനിമം വായിച്ചിരിക്കും. 5 ഉണ്ടെങ്കിൽ 5 വായിക്കും. നമ്മുടെ സഭ ഒന്നും ഇതുവരെ വിട്ടു കളഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇത് കൂടാതെ മക്കാബിയർ എന്നൊക്കെ പറഞ്ഞ പുസ്തകം വായിക്കാൻ നമ്മുടെ വേദപുസ്തകത്തിലില്ല. ഈ BSI ബൈബിൾ അതില്ലാത്തത് കൊണ്ടാണ് വേറെ ഭാഗത്തു നിന്ന് വായിക്കുന്നത്. അതിരിക്കട്ടെ. അതിനുശേഷം എല്ലാവരും കൂടി എഴുന്നേറ്റ് യേശുവേ നീ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞൊരു പാട്ടങ്ങ് പാടും. വെളിവ് നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ ഞങ്ങൾ കാണുന്നു. ആ സമയത്ത് മദ്ബഹായിൽ അതൊക്കെ വേദവാക്യങ്ങളാവട്ടോ. ഞാൻ വീട് പറഞ്ഞോളാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടു പോവുകയാണ്. നിൻ്റെ വെളിച്ചത്താൽ ഞങ്ങൾ കാണുന്നു പറഞ്ഞിട്ട് ഈ ഏറ്റവും മുകളിലത്തെ ഇങ്ങനെ എടുത്തിട്ട് അത് വലിയ അർത്ഥവത്തായിട്ടാണ് കത്തിക്കുന്നത്. ഞങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു നടുക്കഴിഞ്ഞു. മദ്ബഹായി ത്രോണോസിൽ എത്ര മെഴുകുതിരിയുണ്ട് പറയാം? എത്ര? 13 മെഴുകുതിരിയുണ്ട് അല്ലേ? 13 മെഴുകുതിരികളുണ്ട്. സൈഡിൽ പിടിക്കുന്നതല്ല, മൊത്തത്തിൽ 12 ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നടുക്കൊരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്? നടുക്കത്തെ മെഴുകുതിരി കത്തുമ്പോൾ ശ്ലീഹന്മാർ കത്തത്തില്ല. 12 ശ്ലീഹന്മാരായിരിക്കുമല്ലോ, അതറിയാമല്ലോ, അറിയാം. നടുക്കത്തേത് ആരായിരിക്കും? യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് കത്തിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ കുർബാന തുടങ്ങുമ്പോഴത്തേക്ക് ഈ നടുക്കത്തെ മെഴുകുതിരി മാറ്റി നടുക്കത്തെ മെഴുകുതിരിയിൽ നിന്ന് പത്രോസ് മുതലാണ് കത്താൻ തുടങ്ങും. പത്രോസ് ആരാ? ബുദ്ധിപരമായിട്ട് പറഞ്ഞ് ഏറ്റവും കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ഉന്നത സ്ഥാനം കൊടുത്തോട്ടെ. തിരുമേനിമാരെ നിൽക്കുന്നുണ്ട് ഇവിടെ. മൂത്ത തിരുമേനി, സീനിയർ തിരുമേനി ഇവിടെ നിൽക്കും. ഇങ്ങനെ ഏറ്റവും ഇളയ തിരുമേനി അവിടെ പോയി നിൽക്കും. അച്ഛന്മാർ വന്നാലും കഴിയുമെങ്കിൽ ആ മൂപ്പ് കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെ നിൽക്കുന്നത് അത് സഭയുടെ ഓർമ്മയോ. അങ്ങനെ യേശുവിൻ്റെ മെഴുകുതിരിയിൽ നിന്നും എല്ലാവരും കത്തിച്ച് കഴിയുമ്പോൾ യേശു ഇങ്ങനെ മാറും. യേശുവിൻ്റെ മെഴുകുതിരി എടുത്ത് മാറ്റും. 12 മെഴുകുതിരി കത്തുമ്പോൾ ഒരിക്കലും സെൻട്രലിലെ മെഴുകുതിരി കത്തി അത് എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അറിയാതെ പറ്റിയതാവട്ടോ, അബദ്ധത്തിൽ പറ്റിപ്പോലാണ്. അതിന് പകരമായിട്ട് ആരവിടെ നിൽക്കുന്ന നേരം? പുരോഹിതൻ നിൽക്കുന്നു. കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കുകയും
ആ സമയത്ത് പുരോഹിതൻ നിൽക്കുന്നു, ബാക്കി 12 പേരും കത്തി നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞത് അതുപോലും വേദപുസ്തകത്തിൽ നിന്ന് മാത്രം എടുത്ത പാട്ടുകളാണ് പാടുന്നത്. പ്രധാനപ്പെട്ടത് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ അറിയാം. മൊത്തം പാട്ടുകളും വേദപുസ്തകത്തിലില്ല, ആ വാക്യങ്ങളാണ്. അതിനുശേഷം ഒരു വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലും. അയ്യോ, സംശയം പോലെ എന്താ വിശ്വാസ പ്രമാണം? ഒരു ഷോർട്ട് ഫോമോ നമ്മുടെ ക്രീഡിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന് വായിച്ചു നോക്കിയാൽ ഗദ്യം, അത് വിശ്വാസ പ്രമാണത്തിൻ്റെ ചെറിയ ഷോർട്ട് ഫോമാണ്. പാട്ടായിട്ട് പാടുന്നതേ ഉള്ളൂ. പഴയ കാലത്ത് അത് അല്ലേ ഗദ്യമാണ്, സ്വഭാവപ്രകാരം മരണമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഗദ്യമാണ്. അതിനുശേഷം ത്രോണോസ് കറങ്ങി വന്നിട്ട് അച്ഛൻ ജനങ്ങൾ കൂടി ചേർന്നിട്ട് തൃത്വസ്തുതി ചെയ്തു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത് സ്വർഗത്തിലെ പാട്ടാണ്. അതിനുശേഷം അവരുടെ സമയത്ത് കൂടി ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചുമപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. പിന്നെ വലിയ വേദഭാഗം തീർന്നില്ല. പഴയ നിയമം 3 വായിച്ചു കൊടുത്താൽ മനസ്സിലായല്ലോ. പഞ്ചഗ്രന്ഥം, പ്രവാചകന്മാർ, കെത്തൂബീം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു? സ്തുതികളൊക്കെ ചൊല്ലിയിട്ട് ശ്ലീഹ വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടക്കുന്നു. പൂവിന് ശേഷം, അതും വേദപുസ്തകത്തിലെ വരികളൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, അവിടെ വായിക്കുന്നു. പൂവിന് ശേഷം ഒരധ്യായം മനോഹരമായിട്ട് ശുശ്രൂഷകൻ വായിക്കുന്നു. ഹബീബായി പറഞ്ഞിട്ടാണ് വായിക്കുന്നത്, വാത്സല്യമുള്ളവർ. അതിനുശേഷം ഗലാത്യർക്കെഴുതിയ ലേഖനം 1-6 വാക്യം പാട്ടായിട്ട് പാടും. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി എന്നുള്ള പാട്ട് ചൊല്ലിയിട്ട് ശ്ലീഹ അവിടെ പൗലോസ്ലീഹയുടെ വായിക്കുന്നു. അപ്പം പുതിയ നിയമത്തെ 3 തിരിച്ചു. ഏതൊക്കെയാണ്? ഗോസ്പൽ 4, സുവിശേഷം 4, പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങൾ എത്ര? 13:1, 14. എന്താ 13:1 പറഞ്ഞേ? എബ്രായ സംശയം ഉള്ളതുകൊണ്ട് അങ്ങനെ 13:1, 14 അങ്ങനെ എഴുതാവും. പിന്നെ പൗലോസിലെ അല്ലാത്ത ലേഖനങ്ങൾ 3 തിരിച്ചിരിക്കും. അത് 3 ഇവിടെ 2 ശ്ലീഹ വായിച്ചു. ഇനി ഏതാ ബാക്കിയുള്ളത്? വേദപുസ്തകത്തിൽ സുവിശേഷം ആര് വായിക്കുന്നു? കർത്താവ് വായിക്കുന്നു. അതാണ് യേശു ക്രിസ്തു ഇപ്രകാരം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉയർത്തി അവിടെ വെച്ച് കർത്താവായ യേശു ഇപ്രകാരം അരുളി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കർത്താവിന് വേണ്ടി വായിക്കുന്നു. അങ്ങനെയാണ് വേദപുസ്തകം മുഴുവനും വായിക്കുന്നത്. അത് ഒരു വർഷം കൊണ്ട് മിക്കവാറും എല്ലാ ഭാഗവും കവർ ചെയ്യും. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ വേദപുസ്തകവും ആരാധനയായിട്ടുള്ള ബന്ധം. ഇത്രമാത്രം വേദപുസ്തകം ആരാധിക്കുന്ന, വേദപുസ്തകത്തെ ബഹുമാനിക്കുന്ന. വേദപുസ്തകത്തിൻ്റെ ബഹുമാനം എന്താണെന്നറിയാമല്ലോ. നമ്മൾ വേദപുസ്തകം വെക്കുന്നത് മറ്റൊരു സഭയും ഇത്രയും ബഹുമാനത്തോടെ വെക്കുമെന്ന് അറിയുന്നില്ല. നമ്മൾ വേദപുസ്തകം യഹൂദ സഭയിലുണ്ട്, യഹൂദ മതത്തിലുണ്ട്, ഒരു വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കും. നമ്മൾ ത്രോണോസിൻ്റെ വലത്ത് ഭാഗത്ത് അല്ലേ, പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു തമ്പുരാൻ ഇരിക്കുന്നത് പോലെ ത്രോണോസിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു പ്രത്യേക പീഠത്തിന്മേൽ, ആ പീഠമെന്ന് പറയുന്നത് വളരെ വിശുദ്ധമാണ്. ഉദാശ സമയത്ത് പ്രത്യേകം ഉദാശ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് 2 മെഴുകുതിരിയും പിടിച്ചുകൊണ്ടാണ്. വായിക്കുന്ന പട്ടക്കാരനോ വെറുതെ കറുത്തുപ്പായിട്ട് വായിക്കാൻ ഒക്കത്തില്ല. പിന്നെയോ അംശവസ്ത്രമണി കാപ്പ ഇട്ടുകൊണ്ടാണ് വായിക്കുന്നത്. സന്ധ്യാനമസ്കാരത്തിനൊക്കെ ചെറിയ കാപ്പയിട്ട്, ഹൈമിനിക്കോ എന്ന് പറയുന്ന കാപ്പ ഇട്ടുകൊണ്ട് വായിക്കും. ആ സമയത്ത് മാലാഖമാർ ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കണം. അതിനുവേണ്ടി അത് ചെയ്യുന്നത് മറുപകസ നിൽക്കുന്നത് ശുശ്രൂഷക്കുപ്പായിട്ടുകൊണ്ട് 2 പേർ ഇത് അന്ധകാരത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണെന്ന് പറഞ്ഞിട്ട് മെഴുകുതിരി കത്തിച്ച് പിടിച്ച് 2 സൈഡിൽ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് നമ്മൾ ഏവെങ്കിലും കാണുന്നത്. ആ സമയത്ത് തന്നെ ആ വായിച്ച വേദഭാഗം മുഴുവൻ പ്രസംഗിക്കണമെന്നാണ് അല്ലേ? എപ്പോഴാണ് പ്രസംഗിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കുർബാനയിൽ പ്രസംഗിക്കേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണ് പ്രസംഗിക്കേണ്ടത്? ഏതെങ്കിലും സമയത്താണ് പ്രസംഗിക്കേണ്ടത്. ബർണബാസ് തിരുമേനി അങ്ങനെ ചെയ്യത്തുള്ളായിരുന്നു. അപ്പം നമുക്ക് ആൾ കുറവായി പോയതുകൊണ്ട് ഏറ്റവും അവസാനം ചില പള്ളിയിൽ ഇപ്പോൾ കാണുന്നുണ്ട് കുർബാന കഴിഞ്ഞ് പ്രസംഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെലുമ്പ ആ സമയത്ത് വരുന്നവർ കൂടെ കേൾക്കാൻ വേണ്ടിയായിരിക്കും. ഇടയ്ക്ക് നമ്മളിപ്പോൾ കുപ്പിലർ സമയത്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്തായാലും നീങ്ങി പുറമോട്ട് നീങ്ങി പോവുകയാണ്. അങ്ങനെ വേദവാക്യങ്ങൾ മുഴുവനും പൊരുള് തിരിച്ചു കൊടുക്കണമെന്നാണ്. ഷണ്ണം വായിച്ചത് അറിയാമല്ലോ എല്ലാവർക്കും. ഷണ്ണന് തേരിനോട് ചേർന്ന് ആര് നടന്നു അറിയത്തില്ലയോ? ഫിലിപ്പോസ് നടന്നു. ഷണ്ണൻ ചോദിച്ചതിലും മനസ്സിലാവുന്നുണ്ടോ? നീ ചുമ്മാ വായിക്കുന്നു, ഞാനും കേട്ടോണ്ടിരിക്കുന്ന അതൊക്കെ കേൾക്കുന്നത്. അയ്യോ പൊരുളും ഞാൻ ചുമ്മാ വായിക്കുന്നേ ഉള്ളൂ, എന്തുവാ പിതാവേ എന്ന് പറഞ്ഞു കാണും. ആരും പൊരുളും തിരിച്ചു തരുന്നില്ല, ഞാൻ എന്നെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വചനഘോഷണം എന്ന് പറയുന്നത് പൊരുൾ തിരിക്കുന്നത് സഭയുടെ കടമയാണ്. ഈ വായിച്ച വേദഭാഗം എത്ര വായിച്ചു? ഒത്തിരി വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം വായിച്ച വേദഭാഗത്തിന് പൊരുൾ തിരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറേണ്ടത്, കുർബാനയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കയറുന്നത്. അവിടെയാണ് വേദപഠനം നടത്തുന്നത്. ഇപ്പോൾ അത് ചുരുക്കി അങ്ങ് ചുരുങ്ങിയില്ലാതായി. അനൗൺസ്മെൻറ്റിന് മാത്രം ഒത്തിരി സമയം കളയുന്നു. വേദപഠനത്തിന് സമയം തീരെ കുറവാണ്.
ഞാൻ പോകട്ടെ, ഞാൻ പറഞ്ഞത് ഞാൻ ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് വേദപഠനം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആരാധനയിൽ ഇത്രയും വേദപഠനമുള്ള അല്ലെങ്കിൽ വേദഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു സഭയുടെ മക്കളായതിൽ നമുക്ക് ഒത്തിരി സന്തോഷിക്കാം. മറ്റ് സഭകളിലെ പുരോഹിതന്മാരൊക്കെ ഇത് പഠിച്ചിട്ട്, നമ്മുടെ ആരാധനയെപ്പറ്റി പഠിച്ചിട്ട് ഇത്രമാത്രം വേദപുസ്തകം ഈ സഭയിലുണ്ടോ എന്ന് അതിശയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ചോദിച്ചാൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ടൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നില്ല. ഖെംദാ നമസ്കാരത്തിൽ ഖെംദായുടെ കാലങ്ങളിൽ ഏവൻഗേലിയൻ വരെ എത്ര വേദഭാഗമുണ്ട്? മറന്നോ? നോക്കണ്ട, അല്ലാതെ പറഞ്ഞാട്ട് 64 വേദഭാഗം, 32 വേദഭാഗം വേദപുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടും 32 വേദഭാഗം പാട്ടുകളിൽ നിന്നും നമ്മൾ നേരിട്ട് പാടുകയും ചെയ്യും. ഓർത്തിരിക്കുക. അടുത്തത് സ്ലീബ കാലങ്ങളിൽ, സ്ലീബ നമസ്കാരത്തിൻ്റെ കാലങ്ങളിൽ ഏവൻഗേലിയൻ വരെ അങ്ങോട്ട് പോയാൽ ഒത്തിരി ഉണ്ട്, അത് ഒത്തിരി ഉണ്ട്, ഒരുപാട് 100-നൊക്കെ വെളി പോകും. അതിന് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഏവൻഗേലിയൻ വരെ നമുക്കുള്ളത് 75 വേദഭാഗം സ്ലീബ കാലത്ത്. പാട്ടിലൊക്കെ വേദപുസ്തകം കുത്തി നിറച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത്രയും വന്നത്. അവിടെ 21 വേദഭാഗം ഡയറക്റ്റായിട്ട് ബൈബിളിൽ നിന്നും 54ഓളം ഭാഗം ഈ പാട്ടുകളിൽ നിന്നും എടുത്തിരിക്കുന്നു. അതിനുശേഷം കുർബാനയിൽ കിടക്കുമ്പോൾ പിന്നെ വേറെ ഉണ്ട് കാലം. അങ്ങനെ ഒരുപാട് ഇനം തിരിച്ചു പോവുകയാണെങ്കിൽ ഒന്നും എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലായിരുന്നു. പോകട്ടെ, ഇനം തിരിച്ചെഴുതുവാണെങ്കിൽ സന്ധ്യ നമസ്കാരത്തിന് 7, രാത്രി നമസ്കാരത്തിന് 8, പ്രഭാത നമസ്കാരത്തിന് 6. ഏതാ ഈ സ്ലീബ പ്രാർത്ഥനയിൽ ഡയറക്റ്റ് വായിക്കുന്നതാണ്, ഇനം തിരിച്ച് വായിക്കാനാണെങ്കിൽ. പിന്നെ ഖെംദാ പ്രാർത്ഥനയിലാണെങ്കിൽ സന്ധ്യ നമസ്കാരത്തിന് 7, രാത്രി നമസ്കാരത്തിന് 8, പ്രഭാത നമസ്കാരത്തിന് 11. ഇനം തിരിച്ചെഴുതിയില്ല. 11 വേദഭാഗം ഇങ്ങനെ ഇനം തിരിച്ച് നമുക്കുണ്ട്. ഇതിൽ റെപ്പറ്റീഷനുണ്ട്. 51 റെപ്പറ്റീഷനിൽ വരുന്നതാണ്. പക്ഷേ അത് ആ നമസ്കാരത്തിൽ വായിച്ചിരിക്കണമെന്നൊരു നിർബന്ധമാണ്. കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള പ്രഭാത നമസ്കാരത്തിൽ 51 മസുമോറ വായിക്കാതെ ഒരു കുർബാന നമുക്കില്ല. സന്ധ്യ നമസ്കാരത്തിൽ 51 മസുമോറ വായിക്കാതെ ഒരു സങ്കീർത്തനം സന്ധ്യ നമസ്കാരം നമുക്ക് ഒക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ആരാധനക്രമമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം സമീപിച്ചാൽ സന്തോഷത്തോടെ പറഞ്ഞു തരാം. കുറച്ച് പേരൊക്കെ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ എൻ്റെ ഇതിങ്ങനെയാണ്, ചിലരൊക്കെ ചോദിച്ചു. 9446324941. ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ്. 9446324941. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരുവാൻ ഒത്തിരി സന്തോഷമാണ്. ചുരുക്കത്തിൽ സഭ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ വിശ്വാസികളും ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ വിശ്വാസത്തോടും ഭയഭക്തിയോടും കൂടി അത് സംബന്ധിക്കുവാനും എൻ്റെ ആരാധന വേദപുസ്തക അധിഷ്ഠിതമാണെന്ന് വിശ്വസിച്ച് അതിന് സംബന്ധിക്കുവാനും നമുക്കിടയാകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പാട്ട് പാടി നമുക്ക് നിർത്താം. നമ്മുടെ നമസ്കാരം ആരംഭിക്കുകയാണ്. ആ നല്ലൊരു പാട്ട്, മഹിമയോട ഖബറീന്നു പുറപ്പെട്ടി സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭേദ യേശു സ്തുത്യനഹോ. രക്ഷകനെ നിന്നെയും നീ ഉത്ഥാനത്തെയും കൊണ്ടാടുന്നടിയാർക്കുയിരേ കേണം നിന്നരുൾ പോൽ. അവിടെ നമ്മുടെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ പ്രഭാതം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ ആരാധനയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വേറൊരു സമയത്ത്, സമയച്ചുരുക്കം കാരണം കൊണ്ട് മാത്രമാണ് നിർത്തുന്നത്, വിഷമത്തോടാണ്. അതിൻ്റെ ഭാഗങ്ങൾ പിന്നീടെടുക്കുന്നതാണെന്നുള്ള വിവരം സന്തോഷത്തോടു കൂടി അറിയിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എഴുതി ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ളവർ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ പോയി ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ 10 മിനിറ്റ് ചർച്ച ചെയ്താട്ടെ. ഒരു പാട്ടുണ്ട് ഇങ്ങനെ, രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും. അത് ഇതിനകത്ത് വരരുത്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം പോരാ, സഭയ്ക്ക് മുഴുവനും. പാട്ടിനകത്ത് അർത്ഥം വേറെയാണ്. നമുക്ക്
നമുക്കൊക്കെ ഒരു സ്വഭാവമുള്ളത്, നമുക്കും നമ്മുടെ ഒരു ചെറിയ ഒരു ഗ്യാങ്ങിനും മാത്രം മതി, അല്ല എല്ലാവരും അറിയട്ടെ നമ്മുടെ സത്യം, എല്ലാവരും അറിയട്ടെ നമ്മുടെ ആരാധനയിലെ മഹത്വവും വേദവാക്യങ്ങളെക്കുറിച്ചുള്ളതും എല്ലാവരും അറിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.